അള്ളാഹുവിനെ കരുണയാണ് ഇഷ്ടമെന്ന് ഒരാളുടെ പരുഷ സ്വഭാവവും കാരുണ്യത്തോടുകൂടെയുള്ള പെരുമാറ്റവും രണ്ടിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം കരുണയോടുകൂടെയുള്ള വർത്തനമാണ് എന്നാണ് ഈ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. രാജാതിരാജനായ അള്ളാഹുവിന് മറ്റെല്ലാ സ്വഭാവങ്ങളെക്കാളും അള്ളാഹുവിനിഷ്ടം കരുണയാണ് എന്നാണ് ഈ പരിശുദ്ധമായ സൂറത്തിലെ പരിശുദ്ധമായ ഖുർആനിലെ ആദ്യ വചനം തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ മുഖമുദ്ര കരുണയാകണമെന്നാണ്, അതാണ് സൂചിപ്പിക്കുന്നത്. തഖല്ലഖൂ ബിഖുലിഖിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ സ്വഭാവമാകണേ നിങ്ങളുടെ സ്വഭാവം എന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല സ്വലാത്തല്ലി പറഞ്ഞ കാര്യമൊക്കെ കൽബിക്കണ്ട് ഇറങ്ങി കിട്ടട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ എൻ്റെ വിഷയത്തേക്ക് വരാണ്. എവിടൊക്കെയാണ് കരുണ ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വരണ്ടേ. അതിന് ഞാൻ ഇസ്ലാമിന്റെ മുഖം കരുണയെന്ന് ആദ്യം പറഞ്ഞത്. അള്ളാഹുവിന് ഇഷ്ടം കരുണയാണ്. പടച്ച റബ്ബിന് ഇഷ്ടം കരുണയായതുകൊണ്ടാണല്ലോ അള്ളാഹുവിന് സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത പേരേതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? റഹ്മത്ത് എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിനെ റഹ്മത്താണ് എന്ന് അള്ളാഹു വിളിച്ചു പറഞ്ഞത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഹബീബായ നബിയെ അങ്ങ് ലോകത്തിന് റഹ്മത്താണെന്ന് അള്ളാഹു പറയുകയാണ്. റഹ്മാൻ എന്നതിൽ നിന്നാണ് റഹ്മത്ത്. റഹ്മാൻ, റഹ്മത്ത് എന്നതിൽ നിന്നാണ് റഹ്മാൻ. റഹിമ, റഹ്മത്ത്, റഹ്മാൻ ഇതൊക്കെ പദങ്ങളേറെ ബന്ധമുള്ള പദങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു തെരഞ്ഞെടുത്തത് അള്ളാഹു റഹ്മാൻ എന്ന തന്റെ നാമത്തോട് യോജിച്ച വിശേഷണമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവലോകങ്ങൾക്കും കരുണയാണ് ഹബീബായ നബിയെ അങ്ങ്. റഹ്മത്ത് എന്ന റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി. നല്ലോണം ശ്രദ്ധിക്കണങ്ങളെ. അല്ലാഹു റഹ്മാനാണ്, ഹബീബായ റസൂലുള്ളാഹി റഹ്മത്താൻ. മനുഷ്യന്മാർക്ക് ഇഷ്ടം എന്താ അറിയോ? അയാൾ ഏറ്റവും അധികാരവും പവറുള്ള സ്ഥാനം ഏതാ അത് അയാൾ പറയാം. അല്ലേ അല്ലേ ആണോ? ആണ്. ഞാൻ ഒരിക്കൽ കണ്ണൂരിൽ നിന്നൊരു മനുഷ്യന്, ഞാൻ പള്ളിയിൽ നിസ്കരിക്കാം, നിസ്കാരം കേണ്ടരേ ഒരാൾ കാത്തി നിന്നിട്ടുണ്ട്. സതേ നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരാളുണ്ട് വരിയെന്നാണ്. ഞാൻ മട്ടന്നൂർ പള്ളിയിൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അയാളിനെ കയ്യും പിടിച്ചു വിളിച്ചു. നമ്മൾ വരൂല, അയാൾ ഇങ്ങോട്ട് പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. നമ്മൾ പോയപ്പോൾ അയാൾ ധൃതിപ്പെട്ട് പോവാം. ഈ പോണ ആളെ കയ്യ് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സതേ ഇത് നിങ്ങൾ പരിചയപ്പെടേണ്ട ആളാണ്. അപ്പോൾ ഞാൻ സലാം ചൊല്ലി, അസ്സലാമു അലൈക്കും. അയാൾ സലാം മടക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്നാലിന്ന കോടതിയിലെ ജഡ്ജാണ്. അയാൾ ആദ്യം തന്നെ പറഞ്ഞ വർത്താനം, ഞാൻ ഇന്നാലിന്ന കോടതിയിലെ ജഡ്ജാണ്. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ. അയാളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പവർ ഏതാ അത് അയാൾ ആദ്യം പറയും. റഹ്മാനായ അല്ലാഹുവിന് ഇഷ്ടമേതെന്നറിയുമോ? എല്ലാ സ്വഭാവങ്ങളിലും. ഈ കൂട്ടത്തിൽ പല സ്വഭാവമുള്ള മനുഷ്യന്മാരുണ്ടാവും. അതിപ്പോ ഓരോരുത്തരെ വീട്ടിൽ വന്ന് ചോദിച്ചാലേ തിരിയുള്ളൂ. അല്ലേ? നാളെ രാവിലെ നിങ്ങളെല്ലാവരും ഒരു പേപ്പർ വീട്ടിൽ കൊടുക്കുക. ഭാര്യനോട് പറയാം, ഞാൻ വൈകുന്നേരം കടയൊക്കെ പൂട്ടി വരുമ്പോഴേക്കും എന്നെ കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങൾ ഉസ്താദിന്റെ ബയോളജി കേട്ടില്ലേ, എന്നെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം എഴുതി വെക്കണം. നിങ്ങൾ പറയും ചെയ്യണം. ഞാൻ ഒരു നടപടിയും സ്വീകരിക്കൂല, പേടിച്ചിട്ട് സാധു ചിലപ്പോൾ എഴുതൂല. നിങ്ങളെ വിശ്വാസമുണ്ടായാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആര് എന്നവർ എഴുതി വെക്കും. നിങ്ങളവരോട് ചോദിച്ചാൽ അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങാടിയിലല്ലേ ഏറ്റവും നന്നാവണ്ടേ? ഞാൻ ആ വിഷയത്തേക്ക് വരുന്നുണ്ട്. ഒരു മനുഷ്യൻ ഏറ്റവും നന്നാവേണ്ടത് അവനവന്റെ വീട്ടിന്റെ കത്തളത്തിലാണ്. കരുണയോടുകൂടെയുള്ള വർധനമാണ് അവിടെയെല്ലാം വേണ്ടത്. അല്ലേ? നമ്മളെ സ്വഭാവത്തിലൊക്കെ പല ആളുകളുടെ സ്വഭാവം മികച്ചു നിൽക്കുന്നുണ്ടാവും. ചില ആൾക്കാരെ കുറിച്ച് ചിലർ പറയും, അയാളോ സിംഹാണ്. അല്ലേ? അങ്ങനെ കേട്ടെന്ന് പറയണേ. വേറെ ചില ആളുകളെ കുറിച്ച് പറയും, അയാളോ ഒരു കൊരങ്ങ. നമുക്ക് പറഞ്ഞ ആ സ്വഭാവമാണെന്ന് അതിന്റെ അർത്ഥം. എന്നാൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന് നമ്മളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും ഇഷ്ടം റഹ്മത്ത്. റഹ്മത്ത് കരുണയുടെ സ്വഭാവമാണ്. അതുകൊണ്ട്
അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹിക്ക് റഹ്മത്ത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് പേര് വെച്ചത് റഹ്മത്ത് എന്ന. അവസാനിച്ചില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമാണല്ലോ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിന് അല്ലാഹു നൽകിയ പേര് റഹ്മ, കരുണ എന്നാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആനിന് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളുടെ കൂട്ടത്തിൽ ഒരു പേരാണ് റഹ്മ. അല്ലാഹു തനിക്ക് തന്റെ വിശേഷണം പറഞ്ഞത് റഹ്മാൻ. ചെറ്റുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിക്ക് വെച്ച പേര് റഹ്മ, പരിശുദ്ധമായ ഖുർആനിന് വെച്ച പേര് റഹ്മ. ഇനി അവസാനിച്ചില്ല, ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബ് തന്റെ റഹ്മത്തിന്റെ വചനമായ ഖുർആനിലൂടെ റഹ്മത്തിന്റെ പ്രവാചകനായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു വാർത്തെടുത്തിരിക്കുന്ന ഒരു ജനതയെ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു പറഞ്ഞതെന്താ? അവർ ഭീകരരാണ് എന്നല്ല, തീവ്രവാദികളാണ് എന്നല്ല, അവർ പരുക്കൻ സ്വഭാവക്കാരെന്നല്ല. വിശുദ്ധ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മാഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. അല്ലാഹു ഖുർആനിലൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്ത് വാർത്തെടുത്ത ഒരു ജനതയുടെ സ്വഭാവം അല്ലാഹു പറഞ്ഞതെന്താ? റുഹമാഉ ബൈനഹും, അവർ പരസ്പരം കരുണ ചെയ്യുന്നവരാണ് എന്ന് ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം റഹ്മത്താണ്. എല്ലാരോടും ഞാൻ പറയാം, വഅള് കേട്ട് പോയാ പോരാ. ഇവിടെ കുറെ പണമുണ്ടാക്കാനല്ല ഈ വഅള് എന്നാ ഞാൻ വിചാരിക്കുന്നത്. ആണോ? ചെറുങ്ങനൊക്കെ വേണമെന്ന്. അത് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലും ഇവിടെ കൊടുക്കും. നിങ്ങൾ ഇവിടുന്ന് കൊടുത്തില്ലെങ്കിൽ പിന്നെ കിട്ടും. ഞാൻ പറയുന്നത് ആത്യന്തികമായി ഇതിന്റെ ലക്ഷ്യം ഞാൻ എന്നോടും എന്റെ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സ്വഭാവത്തിൽ ഏതാണ് മികച്ചു നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും കരുണയെ മികച്ചു നിർത്തുകയും ചെയ്യണം. നമ്മൾ കരുണ എന്ന സ്വഭാവമാകണം നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്വഭാവം. അതാണ് അല്ലാഹുവിന് ഇഷ്ടമെന്നാണ് നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമയം അധികമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ചില ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. ഈ കരുണ എന്തിനുള്ളതാണ്? ഈ റഹ്മത്ത് പ്രയോഗിക്കാനുള്ളതാണ്. ശ്രദ്ധിക്കണേ, ഈ റഹ്മത്ത് പ്രയോഗിക്കാനുള്ളത് എവിടെ ഇതൊക്കെ പ്രയോഗിക്കേണ്ടി? അതാണ് നമ്മൾ പറഞ്ഞത്. കാലം തേടുന്ന കാരുണ്യമെന്നാണല്ലോ നമ്മുടെ വിഷയം. കാലം തേടുന്ന കരുണ എന്നാണല്ലോ നമ്മുടെ വിഷയം. കരുണയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ കരുണ നമ്മൾ എവിടെയെല്ലാമാണ് പ്രയോഗിക്കേണ്ടത്? സ്വന്തം ശരീരത്തോട് കരുണ കാണിക്കണം എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെല്ലണ സ്വലാത്തെ ഞാൻ വിഷയം ഇങ്ങനെ പറഞ്ഞു പോകും. ശൈലിയൊന്നും ചിലപ്പോൾ എനിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ എന്റെ ശൈലിയിലാണ് പറയും. അതന്നെ ശൈലി. ഏറ്റവും നല്ല ശൈലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരും. എനിക്കൊരു ഒച്ചുംപുളിയൊക്കെ ഉണ്ട്, അനുസരിച്ചാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാൻ ചെയ്യാം. ഉൾക്കൊള്ളലാവണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒന്നാമതായി സ്വന്തത്തോട് കരുണ ചെയ്യണേ എന്നാണ്. ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ വേല തന്നെ പറയാൻ ഇന്ന് യോഗ്യനല്ല. കാരണം ഒരു 6 മണിക്കൂർ 4 മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങിയിട്ട് കുറേ ദിവസമായി. നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ കരുണ ചെയ്യണേ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ സംഭവം ഞാൻ പറയാം. സമയമില്ലാത്തത് കൊണ്ടാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലാ, അല്ലാഹുവിന്റെ ഹബീബ് ഒരാളെ കണ്ടു. യുഹാദാ ബൈന ഇബ്നൈനി ലഹു, അയാളുടെ 2 മക്കൾക്കിടയിൽ
ഇയാളങ്ങനെ തോളിൽ കൈവച്ച് രണ്ട് മക്കൾക്കിടയിൽ കാലിങ്ങനെ വേച്ചു അയാൾ നടക്കുകയാണ്. മനസ്സിലായില്ല? രണ്ട് കുട്ടികൾക്കിടയിൽ ഇയാള് ആ കുട്ടികളെ കയ്യിൽ തോളിൽ കൈ ഇങ്ങനെ ഇട്ടിട്ട് കാലിങ്ങനെ വേച്ചു നടക്കുകയാണ്. എവിടെയാണ് ഈ നടക്കുന്നത്? ഹജ്ജിലാണ്. ഹജ്ജിൽ ഇയാൾ തവാഫിലിങ്ങൾ നടക്കുന്നത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. ഫഖാല, അല്ലാഹുവിന്റെ ഹബീബ് അപ്പോൾ ഇവരോട് ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ്? ഖാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നദറ അൻ യഹുജ്ജ മാശിയാ, നടന്ന് ഹജ്ജ് ചെയ്യാൻ ഞങ്ങളുടെ വാപ്പ നേർച്ച നേർന്നിരിക്കുകയാണ്. അയാൾക്കിട്ട് നടക്കാനും കഴിയില്ല. ഹബീബായ നബി, എന്റെ വാപ്പാക്ക് നടക്കാൻ കഴിയില്ല, പക്ഷേ നടന്ന് ഹജ്ജ് ചെയ്യണം എന്ന് വാപ്പ നേർച്ച നേർന്നതാ. അതുകൊണ്ടാണ് വാപ്പയുടെ രണ്ട് കൈകളും ഞങ്ങളുടെ തോളുകളിലായി ഞങ്ങൾ വാപ്പയുടെ കൈ പിടിച്ച് കാല് നിലത്തൂന്നി വേച്ചു ഉപ്പ നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളപ്പോൾ പറഞ്ഞതെന്താണ്? ഫഖാല, ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലഗനിയുൻ അൻ തഅദീബിഹി നഫ്സഹു, സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നത് പടച്ച റബ്ബിന് യാതൊരു താല്പര്യവുമില്ല. ഫൽയർകബ്, അതുകൊണ്ട് വാപ്പയെ വാഹനത്തിലേറ്റിയിട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അയാൾ നടക്കാൻ വയ്യാതെ എന്തിനാ നടക്കണത്? പെണ്ണുങ്ങൾ നല്ലോണം കേൾക്കണത്. സജീവമായ ഹജ്ജ് ഉംറ യാത്ര സജീവമായൊരു കാലഘട്ടമാണല്ലോ ഇത്. പല പെണ്ണുങ്ങളും ഹജ്ജ് ക്ലാസ് നടത്തുമ്പോൾ ഓൽക്ക് വൈകുന്നേരം വരെ ഹജ്ജ് ക്ലാസ്സിൽ മുട്ടി ഇങ്ങനെ പിടിച്ചു വെച്ച് അവസാനം എന്താ സംശയം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഗുളിക കുടിക്കണോ എന്ന്. ഉമ്മമാരെ ചെവി തുറന്ന് കേട്ടോളോ, മെൻസസിന്റെ രക്തം നിർത്താനുള്ള ഗുളിക കുടിച്ച് ശരീരത്തെ ആക്രമിക്കുന്നവരോട് നിങ്ങളുടെ അങ്ങനെയുള്ള തവാഫ് റബ്ബിനാവശ്യമില്ലേ? ഇല്ല. നിങ്ങളുടെ അങ്ങനെയുള്ള റൗളയിലേക്ക് പോക്ക് രാജാതിരാജനായ റബ്ബിനിട്ടമില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ചിലരുണ്ട് അങ്ങനെ, എന്താ പോലെ പറയാ, മക്കത്തിക്ക് 4 ദിവസം പോകൂലേ? ആ ഗുളിക കഴിക്കുന്നത് മാരകമായ അപകടമാണ്. കഴിഞ്ഞതിന്റെ മുൻപത്തെ വർഷം ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഹജ്ജുമ്മയാണ്, ഒരു പെണ്ണാണ്, ടീച്ചറായിരുന്നു, കോഴിക്കോട്ടുകാരിയാണ്. ഭർത്താവ് ത്വലാഖ് ചൊല്ലിയതാണ് ആ പെണ്ണിനെ. ഒരു മകന്റെ മാതാവായിരുന്നു ആ പെണ്ണ്. ആ പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് ഒരു മുസഹബ് വാങ്ങി നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്ന ആരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഇതെന്റെ പൊന്നുമോന് കൊടുക്കണേ, എന്റെ സമ്മാനമായി നൽകണേ എന്നാണ് ആ സഹോദരി പറഞ്ഞത്. മദീനയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് തിരിച്ചു വന്നപ്പോഴേക്ക് ശരീരത്തിലൊക്കെ രക്തം കയറിയിട്ടുണ്ട്. 2 മാസം തുടർച്ചയായിട്ട് ഈ പെണ്ണ് മെൻസസ് നിലക്കാനുള്ള ഗുളിക കുടിച്ചത്. ഗുളിക കുടിച്ചിട്ട് അവസാനം രക്തം ശരീരത്തിലെ സിരകളിലേക്ക് കയറി തുടങ്ങി. അവസാനം അറഫായുടെ ദിവസമാണല്ലോ, എല്ലാവരും ദുആയിൽ മുഴുകേണ്ട സമയമാ. സഹോദരി കുഴഞ്ഞു വീണുപോയി. പിറ്റേ ദിവസം മിനായിൽ വന്ന് പെരുന്നാൾ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ആ സഹോദരി മരണപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ കരുണ ചെയ്യണേ. ഒന്നാമത്തെ കരുണ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോടാണ് കാണിക്കേണ്ടത് എന്ന് അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹി. ദീനാ ഞാനീ പറയണത്, സ്വന്തം ശരീരത്തോട് കരുണ കാണിക്കണം. ചില ആൾക്കാരുണ്ട്, രോഗം വന്നാൽ മരുന്നൊന്നും കുടിക്കൂല. മരുന്ന് കുടിക്കണം, മരുന്ന് അള്ളാഹു അതിനു വേണ്ടി നിശ്ചയിച്ച. അപ്പൊ ചില ആളുകൾ പറയും, അള്ളാഹിന്റെ ഔലിയാക്കന്മാരൊക്കെ മരുന്ന് കുടിക്കാതല്ലേ സുഖായതെന്ന്. ഓലെ സ്ഥാനത്തേക്ക് എത്തി അങ്ങനെ മതി. അവരങ്ങ് പറഞ്ഞ പാട് അള്ളാഹു കേൾക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അല്ലാത്തവർക്ക് പറഞ്ഞതാ അള്ളാഹു മരുന്ന് കുടിക്കാന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ അടുത്തൊരാൾ മരിച്ചു, കഥ തന്നെയാണ്, ശരിയാണ്. പക്ഷേ നമ്മുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് പറയാൻ പാടില്ല. അയാൾ പ്രഷറിന് മരുന്ന് കുടിക്കന്നല്ല. അവസാനം അയാൾ നല്ല ആരോഗ്യദൃഢഗാത്രനാണ്. ഇയാൾ പറഞ്ഞാൽ പ്രഷറിന് മരുന്ന് കുടിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, സംഗതിയൊക്കെ ഉണ്ടാവും. പക്ഷേ
ഒരു ഉപദ്രവം കുറയാൻ സഹായമാവുമെങ്കിൽ അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബല്ലേ കഴിക്കണം. മരുന്ന് അല്ലാഹു നമുക്ക് സൃഷ്ടിച്ചു തന്നത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അത് റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ശരീരത്തെ ഉപദ്രവിക്കരുത് എന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തോട് കരുണ കാണിക്കണേ എന്ന് ഒന്നാമത്തെ കരുണ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ഇനി കേട്ടോളിട്ട് വേറൊരു കാര്യം. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല മഹാനവറുകൾ പറയുകയാണ്, അബ്ദുല്ല പറയാണ്, കുന്തു അസൂമുദ്ദഹറ, ഞാൻ ഒരു കൊല്ലത്തിലെ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു. ശ്രദ്ധിക്കണം, സ്വശരീരത്തോട് എത്രമാത്രം കടപ്പാടുണ്ട് എന്നാ ദീൻ പഠിപ്പിച്ചത്. കുന്തു അസൂമുദ്ദഹറ, ഞാൻ വർഷങ്ങൾ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു. വഅഖറഉൽ ഖുർആന കുല്ല ലൈല, രാത്രി മുഴുവൻ ഖുർആൻ ഓതുന്ന ആളായിരുന്നു ഞാൻ. ഈ വിവരം അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് എത്തി. രാത്രി ഉറങ്ങാതെ ഖുർആൻ അങ്ങനെ ഓതും ഞാൻ നേരം പുലരുന്നവരെ. അല്ലാഹുവിന്റെ ഹബീബ് ഈ വിവരം അറിഞ്ഞപ്പോ എന്നെ വിളിപ്പിച്ചു. ഫഅതൈതുഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞു, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അബ്ദുള്ള, അന്നക തസൂമുദ്ദഹറ, എല്ലാ ദിവസവും നിങ്ങൾക്ക് നോമ്പാണ് എന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വതഖറഉൽ ഖുർആൻ കുല്ല ലൈല, എല്ലാ രാത്രിയും ഉറങ്ങാതെ ഖുർആൻ പാരായണം ചെയ്ത് കഴിയുകയാണ് എന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഖുൽതു, അപ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ബലായാ നബിയല്ലാഹ്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് നബിയേ. വലം ഉരിദു ബിദാലിക ഇല്ലൽ ഖൈർ, ഞാൻ അതുകൊണ്ട് നന്മയല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഖാല, അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, فإن بحسبك أن تصوم من كل شهر 3 أيام, എല്ലാ ദിവസവും നോമ്പ് വേണ്ട, ഓരോ മാസത്തിലും 3 ദിവസം നോമ്പ് നോറ്റാൽ മതി. ശരീരത്തെ പീഡിപ്പിക്കരുത്, ശരീരത്തെ പീഡിപ്പിക്കരുത്. ആരാത് പറഞ്ഞത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ മാസവും 3 നോമ്പ് നോറ്റാൽ മതി എന്ന് പറഞ്ഞു. ഖുൽതു, ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ നബിയല്ലാഹ് ഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്, 3 നബിയെ, ഇതിലും കൂടുതൽ എനിക്ക് നോൽക്കാൻ കഴിയും യാ റസൂലല്ലാഹ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്ന ലിസൗജിക അലൈക ഹഖ്ഖാ, നിന്റെ ഭാര്യയോട് നിനക്കൊരു കടപ്പാടുണ്ടെന്ന് നീ മനസ്സിലാക്കണേ. ഫഇന്ന ലിസൗജിക അലൈക ഹഖ്ഖാ വലിസൗജിക അലൈക ഹഖ്ഖാ, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, നിനക്ക് നിന്റെ ഭാര്യയോട് ഒരു കടപ്പാടുണ്ട്, നിനക്ക് നിന്റെ ഭാര്യയോടും നിന്റെ ഭാര്യയ്ക്ക് നിന്നോടും ഒരു കടപ്പാടുണ്ട് എന്ന് നീ മനസ്സിലാക്കണേ. വലി ജസദിക അലൈക ഹഖ്ഖാ, നിന്റെ ശരീരത്തോടും നിനക്കൊരു കടപ്പാടുണ്ട് എന്ന് നീ മനസ്സിലാക്കണേ. അതുകൊണ്ട് എല്ലാ ദിവസവും നോമ്പ് വേണ്ട. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല സ്വലാത്ത് ചൊല്ലി, ഫസും ഫസും സൗമ ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിന്റെ നോമ്പ് നോറ്റോളോ. ദാവൂദ് നബിയുടെ നോമ്പ് നോറ്റാൽ മതി, എല്ലാ ദിവസവും നോമ്പ് വേണ്ട. ഏതാണ് ദാവൂദ് അലൈഹിസ്സലാമിന്റെ നോമ്പ്? പുണ്യനബി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാവൂദ് അലൈഹിസ്സലാം ഫഇന്നഹു കാന അഅബദന്നാസ്, ജനങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്ത ആളാണ് ദാവൂദ് അലൈഹിസ്സലാം. ഖുൽതു, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, വമാ സൗമു ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിന്റെ നോമ്പ് എങ്ങനെയാണ് നബിയേ? ഖാല കാന യസൂമു യൗമാ വയഫ്തിറു യൗമാ, ഒരു ദിവസം നോമ്പ് നോൽക്കുകയും ഒരു ദിവസം നോമ്പ് നോൽക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഒരു മാസത്തിൽ 15 or 14 ദിവസമായിരുന്നു ദാവൂദ് നബി നോമ്പ് നോൽക്കാറുള്ളത്. അതിനേക്കാളും മാരേജ് നോമ്പ് നോൽക്കണ്ട. എന്താണ് ദീൻ? എന്താണ് വിശുദ്ധമായ ദീൻ? അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതെന്തിനാന്ന് മനസ്സിലാവുക? പണ്ടൊരു സ്ഥലത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദേ അതിൽ വല്ലതും ഉണ്ടെങ്കിൽ എടുക്കാനാണ്. അങ്ങനല്ല, അങ്ങനെ കൊടുക്കാനാണ്. എല്ലാവരും നന്നായി കൊടുക്കുക. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മോടി ബാക്കിയുള്ളതും കൂടി കൊണ്ടുപോണതിന് മുമ്പ് കൊടുത്തോളി. മനസ്സിലായില്ലേ? ഈ അക്കൗണ്ടിലിട്ടാൽ ആരും കൊണ്ടുപോകില്ല. അത് അവനവന് മാത്രമുള്ളതാണ്, അവനവന് മാത്രമുള്ളതാണ്.
ഇപ്പൊ ആൾക്കാർക്ക് അക്കൗണ്ടിലിടാനും പേടി. എന്താ കാരണം? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പൈസ ഞാൻ എടുത്തു പറഞ്ഞു പോയാലോ. ഇപ്പൊ ആൾക്കാർക്ക് പൈസ എന്താ കാട്ടേണ്ടതെന്ന് അറിയാതെ, എവിടെ വെക്കേണ്ടതെന്ന് അറിയാതെ പിടുത്താം. ഹജ്ജിന് പോയ ആൾക്കാർ അല്ലെ ഉംറക്ക് പോയാലും പൈസ വെക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കണം. വരിക ചിലർ എപ്പോഴും മടി കൊണ്ടെടുക്കും. ചിലർ വന്നിട്ട് ഉസ്താദെ ബാഗിലോ വെക്കണ്ടേ, മടിയിലോ വെക്കണേ, കഴുത്തിലിടണ ബാഗിലോ വെക്കണേ. എന്താ ഏടെ വെച്ചാലും പേടിയാ, പോവും. പോകാത്ത അക്കൗണ്ടാണിത്. തിജാറത്തൻ ലൻ തബൂർ. അതുകൊണ്ട് എല്ലാവരും നന്നായി കൊടുത്തോളൂ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ കരുണ ഒന്നാമതായി സ്വന്തം ശരീരത്തോട് കരുണ ചെയ്യണേ. ബാക്കി ഞാൻ പറയണ്ടല്ലോ, ബാക്കിയൊക്കെ നിങ്ങള് മനസ്സിലാക്കണം. സ്വന്തം ശരീരത്തോട് കരുണ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ. രണ്ടാമത്തെ കരുണ ആടോടാണ്. ഈ കരുണ നമ്മൾ പ്രയോഗിക്കേണ്ടത് എവിടെയാണ്? രണ്ടാമത്തത് വിശുദ്ധ ഖുർആൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ നല്ലൊരു ഉഷാറായി സ്വലാത്ത് ചൊല്ലി. ഈ നാടിന്റെ പേരെന്താ? കച്ചേരിപ്പടി എന്നല്ലേ? കച്ചേരി മുക്കാം. കച്ചേരി ഉഷാറായി ചൊല്ലി. സ്വലാത്ത് കൊണ്ട് ധന്യമാകട്ടെ ഈ സദസ്. മദീനയുമായി കണക്റ്റഡായ സദസ്സായി അല്ലാഹു മാറ്റി തരട്ടെ. രണ്ടാമത് അല്ലാഹു കരുണ ചെയ്യാൻ പറഞ്ഞത് എവിടെയാണ്? കാരുണ്യവാനായ റബ്ബ് കാരുണ്യവാനായ നബിയിലൂടെ കരുണയുള്ള സമൂഹത്തെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് നിങ്ങൾ കരുണ പ്രയോഗിക്കേണ്ടത് എവിടെയാണ്? എവിടെ നമ്മൾ കരുണയുള്ള സമൂഹവാ? ഈ കരുണ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. രണ്ടാമത്തെ രംഗമേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിക്കണേ. കരുണ എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة. الله കേൾക്കണേ. واخفض لهما ജനാഹമ്മയോടും ഉപ്പയോടുമാണ്. ആ ആയത്തൊന്ന് പരിശോധിക്കാൻ നമുക്ക്. എന്തുകൊണ്ട്? അല്ലാഹ് കൃത്യമായി പറഞ്ഞു തരണ്ടതിൽ എന്തുകൊണ്ടാണെന്ന് അല്ലാഹു കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വഖളാ റബ്ബുക. നിങ്ങളുടെ രക്ഷിതാവ് വിധിച്ചിരിക്കുകയാണ്, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുകയാണ്. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും ആരാധിക്കരുത് എന്ന് അല്ലാഹു വിധിച്ചിരിക്കുകയാണ്. ഖളാ എന്ന് പറഞ്ഞാൽ വിധി എന്നാണ്, ജഡ്ജ്മെന്റ് ആണ് അല്ലേ? നമ്മുടെ നാട്ടിൽ ഖാളി എന്ന് പറയാറില്ലേ ജഡ്ജിക്ക്? ഖാളി എന്ന് പറഞ്ഞാൽ ജഡ്ജാണ്, വിധി പറയുന്ന ആളാണ്. ഖളാ റബ്ബുക്, നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുകയാണ്, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുകയാണ്. നിന്റെ റബ്ബിന്റെ ജഡ്ജ്മെന്റാണ്. അപ്പീലില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? അപ്പീലില്ല. ജില്ലാ കോടതിയിലാണെങ്കിൽ പിന്നെ എവിടെ അപ്പീൽ പോവാ? എനിക്കറിയില്ല, ഞാൻ കേസ് വന്നല്ലാത്ത. ഹൈക്കോടതി പോവാം. ഹൈക്കോടതിയിൽ നിന്ന് തള്ളപ്പെട്ടാൽ എവിടെ അപ്പീലിന് പോകാം? സുപ്രീം കോടതി പോവാം. അവിടെ നിന്ന് തള്ളപ്പെട്ടാൽ എവിടെ പോകാം? പ്രസിഡന്റിനടുത്ത് പോവാം. പ്രസിഡന്റ് തള്ളിയാലോ പിന്നെ അപ്പീലിന് സ്ഥലമില്ല എന്നാണ് ഇത്. വഖളാ റബ്ബുക, നിന്റെ റബ്ബിന്റെ ജഡ്ജ്മെന്റാണ്. അപ്പീലില്ല എന്നർത്ഥം എന്താണ്? ഒന്ന്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കരുത് എന്നാണ് ഒന്നാമത്തെ ജഡ്ജ്മെന്റ്. രണ്ടോ, വബിൽ വാലിദൈനി ഇഹ്സാനാ, വാപ്പാനോടും ഉമ്മാനോടും നീ ഗുണം ചെയ്യണേ. ഇതും ജഡ്ജ്മെന്റാ എന്ന് പറഞ്ഞാല് അതിന് വേറെ ന്യായമൊന്നുകൊണ്ട് പറയണ്ട. പറഞ്ഞെടുത്ത എന്റെ വാപ്പിയും പിന്നെ നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ എന്റെ കൈകൊണ്ട് വളർന്ന വേണ്ടണ്ടടാ പറയാൻ പാടില്ല. എന്റെ വാപ്പ എന്നെ അശ്രദ്ധനായി, എന്നെ ശ്രദ്ധിക്കാതെ നടന്ന ആളാ, അതുകൊണ്ട് വാപ്പയെ ഞാൻ നോക്കൂല നീതി പറയാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, അതെന്റെ ജഡ്ജ്മെന്റാണ്. വാപ്പ
വാപ്പന്നെ നോക്കിയാലും നോക്കിയില്ലെങ്കിലും നീ വാപ്പയെ നോക്കണം. ഉമ്മ നിന്നെ പരിപാലിച്ചാലും ഇല്ലെങ്കിലും നീ തിരിച്ചു ഉമ്മാക്ക് നന്മ ചെയ്യണം. അല്ലാഹു പറയാൻ ജഡ്ജ്മെന്റാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ. ഖുർആൻ പറയാൻ നിങ്ങൾക്ക് മാതാപിതാക്കളിൽ ഒരാളെയോ ഔ കിലാഹുമാ അല്ലെങ്കിൽ രണ്ടുപേരെയും നിങ്ങൾക്ക് സംരക്ഷിക്കാനുള്ള അവസരം, അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വന്നേക്കാം. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും ഉഫ് എന്ന് പോലും നിങ്ങൾ പറഞ്ഞു പോകരുത്. എന്താണ് ഉഫ്? എന്താണ് ഉഫ്? എന്താണ് ഉഫ്? കലിമത്തു കറാഹ. ഒരു വ്യാഖ്യാനം കൊടുത്തത് എങ്ങനെയാണ്? കലിമത്തു കറാഹ, വെറുപ്പുള്ള ഒരു വാക്കും ഒരക്ഷരവും ഒരു പെരുമാറ്റവും നിങ്ങളുടെ അടുത്തുനിന്നുണ്ടാകരുത്. എപ്പോ? വാപ്പാനിമ്മാനും വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് പരിപാലിക്കാനുള്ള അവസരം കിട്ടിയാൽ. എന്താ അങ്ങനെ പറയാൻ കാരണം? ആ സമയത്തങ്ങളെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ഒട്ടേറെ പ്രവർത്തനം അവരിൽ നിന്ന് കണ്ടുവന്ന് വന്നേക്കാം. അതുകൊണ്ടാ ഖുർആൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. വെറുപ്പുള്ള ഒരുപാട് പ്രവർത്തനം അവരിൽ നിന്ന് കണ്ടുവന്ന് വന്നേക്കാമല്ലേ? രാവിലെ എഴുന്നേറ്റതാണ്, 5 ദിവസമായി ഉപ്പാക്ക് മലം പോയിട്ടില്ല, 5 ദിവസം മലം പോയിട്ടില്ല. രാത്രി ഇവൻ കിടന്നുറങ്ങ, രാവിലെ എഴുന്നേറ്റ് ഉപ്പയുടെ അടുത്തേക്ക് വന്നപ്പോ രാത്രി എപ്പോഴോ മലം വിസർജിച്ച് ആ മലമെല്ലാം സുബരിൽ വാരി തേച്ചിട്ടുണ്ട്. അപ്പൊ നീ കയറി വന്നിട്ട് എന്റെ വാപ്പേ എന്ന് നീ പറയരുത്. അതാണ് പറഞ്ഞത്. അയ്യയ്യന്റെ വാപ്പേ എന്ന് പോലും നീ പറയരുത് എന്ന് ആകാശത്തിൽ നിന്ന് വഹിയിറങ്ങിയ വിഷയമാ. വാപ്പയോടും ഉമ്മയോടും നീ കരുണയോടെ വർത്തിക്കാവൂ എന്ന് ഖുർആൻ. അല്ലാഹുവിന് കരുണ ഏറ്റവും ഇഷ്ടമുള്ള വേറെ സ്ഥലം അവിടെയാണ്. നല്ലോ ശ്രദ്ധിക്കണേ, നല്ലപോലെ ശ്രദ്ധിക്കണേ. അല്ലാഹു പറയുകയാണ്, റബ്ബിനിട്ടം അവിടെ നിങ്ങൾ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയരുത്. കാരണം എന്താ? 5 ദിവസമായി മലം പോയിട്ട് കയറി വന്ന് നോക്കുന്ന സമയത്ത് ദുർഗന്ധം അങ്ങനെ ഭവിക്കുക. അപ്പൊ പോലും നീ എങ്ങനെ ആക്കരുത്? അപ്പാന്റെ മുമ്പിലെ വെറുപ്പ് പ്രകടിപ്പിക്കരുത്. എന്താ കാരണം? നീ ചെറുപ്പകാലഘട്ടത്തിൽ നിന്റെ പിതാവ് ജോലി കഴിഞ്ഞു വന്നതാണ്. വീട്ടിലേക്ക് ക്ഷീണിതനായി വന്നപ്പോ നീ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന നിന്നെ അങ്ങ് കണ്ടപ്പോ ഉപ്പായുടെ ക്ഷീണമൊക്കെ മറന്നുപോയി. നിന്നെ ചുംബിക്കാനായി എടുത്തതല്ലേ നീ മൂത്രമൊഴിച്ചത്? ഉപ്പായുടെ നെഞ്ചത്തേക്കല്ലേ? നിന്നെ തോളിലേറ്റി ഉപ്പായുടെ തോളിലല്ലേ നീ മലം വിസർജിച്ചത്? എന്നിട്ട് പോലും പ്രിയപ്പെട്ട ഉപ്പ, നീ നെഞ്ചത്തേക്ക് മൂത്രമൊഴിച്ചപ്പോ ഒരിക്കലും ഉപ്പ പറഞ്ഞില്ലല്ലടാ, എന്തൊരു പണിയാടാ നീ ചെയ്തത് എന്ന്. നീ ഉപ്പായുടെ ശരീരത്തിൽ മലം വിസർജിച്ചപ്പോഴും ഉപ്പ ഒന്നും പറഞ്ഞിട്ടില്ലല്ലടാ. അല്ലാഹു പറഞ്ഞു തരാണ്, 4 കൊല്ലം നിന്റെ മാതാവ് കടന്നുറങ്ങിയത് നിന്റെ മലത്തിലാ, നിന്റെ മൂത്രത്തിലാ. മനസ്സിലാക്കണം, ഈ കരുണ നിന്റെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് ഓൾക്ക് വയസ്സാവും പോലെ ബുദ്ധിമുട്ടാക്കരുത്, വേദനിപ്പിക്കരുത്. ഇത് നിന്റെ മനസ്സിൽ വേണമല്ലേ? 4 കൊല്ലം കടന്നുറങ്ങിയത് നമ്മളെ മലത്തിലും മൂത്രത്തിലും. എന്നിട്ട് വല്ല വെറുപ്പുണ്ട്? ഒരു വെറുപ്പില്ല. ഉമ്മാക്കറിയും തന്റെ പൊന്നുമോൻ രാത്രി മൂത്രമൊഴിക്കുമെന്ന്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോ മൂത്രമൊഴിക്കുമെന്ന് ഉമ്മാക്കറിയാം. എന്നാലും പൊന്നു ഉമ്മാക്ക് രാത്രി ഉറക്കു വരണോ? എന്നെയും നിങ്ങളെയും ചാരത്ത് കടത്തിയിട്ട് ഉമ്മാക്ക് നമ്മുടെ തലയിലൊന്ന് കൈവച്ചെങ്കിലേ ഉറക്കു വരൂ. അക്കരുണ നീ തിരിച്ചറിയണേ, നീ തിരിച്ചറിയണമെന്ന് രാജാതിരാജനായ അല്ലാഹു വിളിച്ചു പറയുകയാണ്. ഉമ്മ കടന്നുറങ്ങി രാത്രി. ഉമ്മാർക്ക് നമ്മൾ കുട്ടിയാകുമ്പോ ഉറക്കം മുറുകൂലല്ലോ, മുറുകോ ഇല്ല. ഉമ്മയിലെ തിരിയുള്ളൂ. ഉമ്മയായാലേ മനസ്സിലാവൂ ഒരു ഉമ്മയുടെ ചിന്ത എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യ ഗർഭിണിയായപ്പോഴാണ്. ഞാനൊക്കെ വയലു കഴിഞ്ഞ് 2 മണിക്കാ വീട്ടിലെത്തുന്നത്. വീട്ടിൽ 2 മണിക്കെത്തിയിട്ട് ഞാൻ വിളിച്ചപാടെ എന്റെ ഭാര്യ അറിഞ്ഞു വാതിൽ തുറന്നു തന്നു. വീട്ടിനകത്ത് കയറി ഞാൻ ചോദിച്ചു, നീ ഞാൻ വിളിച്ചപാടെ അറിഞ്ഞല്ലോ, ഉറങ്ങിയിട്ടില്ലേ? എന്നോട് പറഞ്ഞു ഉറങ്ങിയിട്ടില്ല.
വയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ സൂചി കുത്തുന്ന മാതിരി കുത്തുന്നുണ്ട്. സൂചി കുത്തുന്ന പോലെ കുത്താൻ. ഈ കുത്തലും വേദനയൊക്കെ അങ്ക് സഹിച്ച് നിനക്ക് വേണ്ടി സഹിച്ച പ്രിയപ്പെട്ട ഉമ്മയെ നീ വലിപ്പത്തിൽ നാവുകൊണ്ട് കുത്തി സംസാരിച്ചാൽ ആ നാവിൻ്റെ ഉടമസ്ഥനായ നിന്നെ അള്ളാഹു എന്തു ചെയ്യുന്നു? എന്നെ ഇരുന്ന് ആലോചിച്ചാൽ അള്ളാഹുവിനൊരു തീരുമാനമുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമെന്താ? ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം സമ്പാദിക്കാത്ത ഒരാൾക്കും എന്റെ പൊരുത്തം ഞാൻ നൽകൂല എന്ന് റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഉമ്മാന്റെയും വാപ്പാന്റെയും പൊരുത്തം കിട്ടാത്തവന് ഞാൻ എന്റെ പൊരുത്തം കൊടുക്കാനില്ല. റബ്ബിന്റെ തീരുമാനം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഒക്കെ ചൊല്ലി എല്ലാവരും. അല്ലാഹു മദീനയുമായി കണക്റ്റഡായ സദസ്സാക്കി നമ്മുടെ സദസ്സിനെ മാറ്റി തരട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരു സ്വഹാബി കടന്നു വരികയാണ്. ഖുലാ ഗോത്രക്കാരനാണ് ആ സ്വഹാബി. ഒരാൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കേക്ക് കടന്നു വരുന്നു. അയാൾ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഹബീബായ നബിയേ, ഇന്നി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹരില്ല എന്നും അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. സലവാത്തിൽ ഖംസ്, 5 നേരത്തെ നിസ്കാരവും ഞാൻ നിർവഹിക്കുന്നുണ്ട്. റമദാൻ മാസത്തിൽ നോമ്പ് ഞാൻ നോൽക്കുന്നുണ്ട്. റമദാനിലെ രാത്രി ഞാൻ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. ഞാൻ സകാത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബേ, ഫമൻ അന? ഈ സ്വഹാബി ചോദിക്കുക, യാ റസൂലല്ലാഹ്, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യണ്ട, അപ്പൊ എന്റെ അവസ്ഥ എങ്ങനെയാണ്? എന്റെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇക്കാര്യമൊക്കെ നീ കൃത്യമായി ചെയ്യുന്ന ആളാണോ? നീ മഅശ്ശുഹദാഇ വസ്സുദ്ദീഖീന വസ്സാലിഹീൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്ശുഹദാ. ഇതൊക്കെ നീ കൃത്യമായി ചെയ്യുന്ന ആളാണോ? നീ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. അള്ളാന്റെ ഹബീബ് എന്ന് പറഞ്ഞിട്ട് ആ സ്വഹാബി തിരിച്ചു പോരുന്ന സമയത്ത് റസൂലുള്ളാഹി പറയാം, മാലം യഉഖ വാലിദൈ, വാപ്പാനിമ്മാനും വെറുപ്പിച്ചിട്ടില്ലെങ്കിൽ ട്ടോ, വാപ്പാനിമ്മാനും വെറുപ്പിച്ചിട്ടില്ലെങ്കിൽ ട്ടാൻ. ആ സ്വഹാബിയോട് ഉപ്പയും ഉമ്മയും വെറുപ്പിച്ചവനാണോ? അവന്റെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നോമ്പല്ലാഹ്ക്ക് വേണ്ട, ഹജ്ജ് അല്ലാഹ്ക്ക് വേണ്ട, സകാത്ത് അല്ലാഹുവിന് വേണ്ട. അതല്ലേ ചെറുപ്പത്തിലെ നിങ്ങൾ കേൾക്കാനുള്ള ചരിത്ര സംഭവം. ഞാൻ ചരിത്രമൊന്നും പറയുന്നില്ല. അൽഖമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എത്രയോ നിസ്കാരങ്ങൾ പങ്കെടുത്ത അൽഖമ, യുദ്ധങ്ങളിൽ പങ്കെടുത്ത അൽഖമ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയ. മരിക്കാൻ പോകുമ്പോഴാണ് ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലാനും കഴിയുന്നില്ല. സ്വഹാബികൾ അല്ലാഹുവിന്റെ ഹബീബിനോട് വിവരം പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ഉടനെ ചോദിച്ചത്, അൽഖമായുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിക്കുന്നുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, ഹബീബായ നബിയേ, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വഹാബികളോട് പറഞ്ഞല്ലോ, സഹാബ, ആ സഹോദരിയോടൊന്ന് ഇങ്ങ് വരാൻ കഴിയുമോ എന്ന് ചോദിക്ക്, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ആരോ ചെന്നല്ലോ ഈ ഉമ്മയോട്, അല്ലാഹുവിന്റെ ഹബീബങ്ങയോട് റസൂലുള്ളാഹി ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ലേ? പുണ്യനബി ഇങ്ങോട്ട് വന്നോടാന്ന് പറഞ്ഞപ്പോഴല്ലേ ഈ പെണ്ണുങ്ങൾ പറഞ്ഞത്, ഈ സ്ത്രീ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് എന്നെ തെരഞ്ഞിങ്ങോട്ട് വരികയോ, വടി ഊന്നി പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽഖമയുടെ മാതാവിനോട് ചോദിച്ചു, നിങ്ങൾ അൽഖമയുടെ ഉമ്മയാണോ? അതേ ഹബീബായ നബിയേ. അപ്പോഴല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾക്ക് അൽഖമയോട് വല്ല വെറുപ്പുമുണ്ടോ? അപ്പോഴാണ് ഇമ്മ പറയുന്നത്, യാ റസൂലല്ലാഹ്, എന്റെ അൽഖമയെ ഞാൻ 10 മാസം ഗർഭം ചുമന്നു, പ്രസവിച്ചു, യാതനകൾ അനുഭവിച്ചുകൊണ്ട് ഞാൻ പോറ്റി വളർത്തി. യാ റസൂലല്ലാഹ്, വിവാഹപ്രായമെത്തിയപ്പോൾ നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ എന്റെ പൊന്നുമോനെ ഞാൻ വിവാഹം ചെയ്തു കൊടുത്തു. യാ റസൂലല്ലാഹ്, വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നെക്കാൾ സ്നേഹം അവന്റെ ഭാര്യയോടാണ് ഹബീബായ നബിയേ. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. യാ റസൂലല്ലാഹ്. എങ്ങനെ വേദനിക്കാതിരിക്കും അല്ലേ? ഉമ്മാന്റെ കഴുത്തിലും കാതിലുമെല്ലാം ഉള്ള സ്വർണം പറിച്ചു തന്നല്ലേ ഗൾഫിലേക്ക് പറഞ്ഞയച്ചത്. എന്റെ മോനൊന്ന് പോയി നന്നായി കാണട്ടെ. കാതിലുള്ള മുഴുവൻ ചുറ്റും അടിച്ചെടുത്തല്ലോ. എന്നിട്ട് ആ ചുറ്റുകൾ ഉണ്ടായിരുന്ന ദ്വാരങ്ങളിൽ ഈ ഈർക്കിളിയുടെ തെങ്ങോലയുടെ ഈർക്കിൽ മുറിച്ചു തിരികെ വെച്ചു. മറന്നുപോയോ സഹോദരാ നീ? എന്നിട്ടോ നീ എവിടെ ചെന്ന് ഉമ്മായോടുമ്മാക്ക് നീ പണമഴിച്ചു കൊടുത്തിട്ടുമ്മ കയ്യിലെ വള നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഇമ്മ പറഞ്ഞതെന്താ, മോനെ ഉമ്മാറ്റതൊന്നും പൊന്നുമോനെ നീ തിരിച്ചു വാങ്ങിത്തരണോന്നില്ല. എടാ, 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോ നീ വാങ്ങിയ കടം വീട്ടിയാ മതി. ഉമ്മാന്റെത് പ്രശ്നമല്ല മോനെ, നീ 2 കൊല്ലം കഴിഞ്ഞാ വരണേ. വിളിച്ചു വരുത്തിയതാണ്. എന്നിട്ട് നല്ലൊരു കല്യാണം കഴിപ്പിച്ചതാ. 5 മാസവും നാട്ടിൽ നിന്ന് തിരിച്ചു പോയതാ. സാധാരണ ഉമ്മാക്ക് ചെലവിന് 2000-ഓ 3000-ഓ മാസത്തിൽ അയച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടവൻ പോയപ്പോ പണമടക്കുന്ന റൂട്ട് മാറിപ്പോയിരിക്കുകയാ. കഴിഞ്ഞ മാസമോ 3 മാസമോ മുമ്പ് തന്റെ വീട്ടിലേക്ക് കയറി വന്ന ഭാര്യയുടെ കയ്യിലേക്കാ നീ പണമയച്ചത്. എന്നിട്ടോ ഈ ഭാര്യയാണ് ഉമ്മയോട് ഇക്ക തന്നതാ നിങ്ങൾക്ക് തരാനെന്ന് പറഞ്ഞ 1000 കൊടുത്തത്. ആരുടെ കരളാണിടാ പിളരാതിരിക്കുക? ഉമ്മയുടെ ഖൽബ് പൊട്ടിയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ള അവസ്ഥ എന്താണെന്നറിയാമോ? അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയാ, യാ റസൂലല്ലാഹ്, അവന്റെ ഭാര്യയോടാണ് അവന്റെ എന്നോടുള്ളതിനേക്കാളും സ്നേഹം നബിയേ. യാ റസൂലല്ലാഹ്, അതെന്റെ ഖൽബിനെ വല്ലാതെ വേദനിപ്പിച്ചു നബിയേ. ഇത് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എത്രയോ നിസ്കാരങ്ങളിൽ പങ്കെടുത്ത സ്വഹാബിയാൻ, നോമ്പ് റമദാനുകളിൽ പങ്കെടുത്ത സ്വഹാബിയ, യുദ്ധങ്ങളിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, സ്വഹാബ വിറക് കൊണ്ടുവന്ന് വെക്കൂ സ്വഹാബ, അൽഖമയെ ഞാൻ തീയിലിട്ട് കരിച്ചു കളയട്ടെ സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബ് ഇത് പറഞ്ഞപ്പോഴേ ആ മാതാവിന്റെ ഖൽബ് വേദനിച്ചു പോയി. പറഞ്ഞു, ഹബീബായ നബി, എന്റെ മോനെ കരിച്ചു കളയണ്ട യാ റസൂലല്ലാഹ്, ഞാൻ പുറത്തു കൊടുത്താൽ അങ്ങ് മാപ്പ് കൊടുക്കുമോ? അതാണ് ഉമ്മ, അതാണ് ഉമ്മന്റെ കരുണ, അതാണ് ഉമ്മയുടെ കരുണ, അതാണ് ഉമ്മയുടെ കരുണ. ഈ കരുണങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വയസ്സാവുമ്പോൾ ഓരോട് പെരുമാറാൻ. അതാണ് അല്ലാഹു പറഞ്ഞത്. ഒറ്റ വാക്കേ നിങ്ങളോട് പറയാം, ഒരേ ഒരു വാക്ക് അല്ലേ. നമ്മൾ കെട്ടിയിട്ട് ഓളിയിട്ട് ഗൾഫിക്കാണ് പോവുക. വാപ്പിമ്മയും വീടിൻ്റെ ഒരു മൂലയിൽ. നമുക്കറിയോ, ഞാൻ 14 കൊല്ലം മുമ്പ് ഹജ്ജിന് പോണ സമയത്ത്, ആദ്യത്തെ ഹജ്ജിന് 15 കൊല്ലം മുമ്പ് പോകുമ്പോൾ കണ്ണൂർ ജില്ലയിലുള്ളൊരു വാപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് റൂമിൽ വന്നിട്ട്, ഞാൻ യാത്രയൊക്കെ പറഞ്ഞപ്പോൾ അന്ന് വെള്ളിയാഴ്ച എൻ്റെ റൂമിൽ വന്നിട്ട്, വെള്ളിയാഴ്ച ശനിയാഴ്ച വന്നിട്ടാണ് എൻ്റെ റൂമിൽ വന്നൊരു കത്തെൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അതെ ഇതെൻ്റെ മോന് മക്കത്തുണ്ട്, നിങ്ങൾ ഈ കത്തിൻ്റെ പുറത്ത് ഞാൻ എഴുതിയ നമ്പറിൽ നിങ്ങൾ ഓനൊന്ന് വിളിച്ചിട്ട് ഈ കത്തൊന്നും ഓന് കൊടുക്കുമെന്ന് വെച്ചു. ഈ കത്തൊന്നും ഓന് കൊടുക്കും. എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളായതുകൊണ്ട് പിന്നെ പറയാം, ഉസ്താക്കന്മാരോട് തന്നെയല്ലേ വിഷയങ്ങളൊക്കെ പറയാനല്ലേ, ഞാനൊരു വേദന പറയാം. എൻ്റെ മോനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും എൻ്റെ ഓളും കൂടി എൻ്റെ ഓളെ സ്വർണ്ണമൊക്കെ പറിച്ച് വിറ്റിട്ട് ഗൾഫിക്ക് പറഞ്ഞേച്ചാൽ. ആദ്യം പോയി 2 കൊല്ലം കഴിഞ്ഞ് വന്നു, പിന്നെ പോയി പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് വന്നു, പിന്നെ വന്നപ്പോൾ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പം പിന്നെ പോയിട്ട് പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് വന്നു. വെറുപ്പുള്ള ഒരു വാക്കും ഒരക്ഷരവും ഒരു പെരുമാറ്റവും നിങ്ങളുടെ അടുത്തുനിന്നുണ്ടാകരുത്. എപ്പോ വാപ്പാനിമ്മാനും വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് പരിപാലിക്കാനുള്ള അവസരം കിട്ടിയാൽ. എന്താ അങ്ങനെ പറയാൻ കാരണം?
ആ സമയത്തങ്ങളെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ഒട്ടേറെ പ്രവർത്തനം അവരിൽ നിന്ന് കണ്ടുവന്ന് വന്നേക്കാം. അതുകൊണ്ടാ ഖുർആൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. വെറുപ്പുള്ള ഒരുപാട് പ്രവർത്തനം അവരിൽ നിന്ന് കണ്ടുവന്ന് വന്നേക്കാമല്ലേ? രാവിലെ എഴുന്നേറ്റതാണ്, 5 ദിവസമായി ഉപ്പാക്ക് മലം പോയിട്ടില്ല, 5 ദിവസം മലം പോയിട്ടില്ല. രാത്രി ഇവൻ കിടന്നുറങ്ങ, രാവിലെ എഴുന്നേറ്റ് ഉപ്പയുടെ അടുത്തേക്ക് വന്നപ്പോ രാത്രി എപ്പോഴോ മലം വിസർജിച്ച് ആ മലമെല്ലാം ചുവരിൽ വാരിത്തേച്ചിട്ടുണ്ട്. അപ്പൊ നീ കയറി വന്നിട്ട് എന്റെ വാപ്പേ എന്ന് നീ പറയരുത്, അതാണ് പറഞ്ഞത്. അയ്യയ്യന്റെ വാപ്പേ എന്ന് പോലും നീ പറയരുത് എന്ന് ആകാശത്തിൽ നിന്ന് വഹിയിറങ്ങിയ വിഷയമാ. വാപ്പയോടും ഉമ്മയോടും നീ കരുണയോടെ വർത്തിക്കാവൂ എന്ന് ഖുർആൻ. അല്ലാഹുവിന് കരുണ ഏറ്റവും ഇഷ്ടമുള്ള വേറെ സ്ഥലം അവിടെയാണ്. നല്ലോണം ശ്രദ്ധിക്കണേ, നല്ലപോലെ ശ്രദ്ധിക്കണേ. അല്ലാഹു പറയുകയാണ്, റബ്ബിനിട്ടം അവിടെ നിങ്ങൾ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയരുത്. കാരണം 5 ദിവസമായി മലം പോയിട്ട് കയറി വന്ന് നോക്കുന്ന സമയത്ത് ദുർഗന്ധം അങ്ങനെ ഭവിക്കുക. അപ്പൊ പോലും നീ എങ്ങനെ ആക്കരുത്? അപ്പാന്റെ മുമ്പിലെ വെറുപ്പ് പ്രകടിപ്പിക്കരുത്. എന്താ കാരണം? നീ ചെറുപ്പകാലഘട്ടത്തിൽ നിന്റെ പിതാവ് ജോലി കഴിഞ്ഞു വന്നതാണ്. വീട്ടിലേക്ക് ക്ഷീണിതനായി വന്നപ്പോ നീ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന നിന്നെ അങ്ങ് കണ്ടപ്പോ ഉപ്പായുടെ ക്ഷീണമൊക്കെ മറന്നുപോയി. നിന്നെ ചുംബിക്കാനായി എടുത്തതല്ലേ നീ മൂത്രമൊഴിച്ചത്? ഉപ്പായുടെ നെഞ്ചത്തേക്കല്ലേ? നിന്നെ തോളിലേറ്റി ഉപ്പായുടെ തോളിലല്ലേ നീ മലം വിസർജിച്ചത്? എന്നിട്ട് പോലും പ്രിയപ്പെട്ട ഉപ്പ, നീ നെഞ്ചത്തേക്ക് മൂത്രമൊഴിച്ചപ്പോ ഒരിക്കലും ഉപ്പ പറഞ്ഞില്ലല്ലടാ, എന്തൊരു പണിയാടാ നീ ചെയ്തത് എന്ന്. നീ ഉപ്പായുടെ ശരീരത്തിൽ മലം വിസർജിച്ചപ്പോഴും ഉപ്പ ഒന്നും പറഞ്ഞിട്ടില്ലല്ലടാ. അല്ലാഹു പറഞ്ഞു തരാണ്, 4 കൊല്ലം നിന്റെ മാതാവ് കടന്നുറങ്ങിയത് നിന്റെ മലത്തിലാ, നിന്റെ മൂത്രത്തിലാ. മനസ്സിലാക്കണം, ഈ കരുണ നിന്റെ മനസ്സിലുണ്ടാവണം. ആരാണത്? അമലിലുണ്ടായിരുന്ന ഉവൈസുൽ ഖർണിയാണ് ഹബീബായ റസൂലുള്ളാഹി. ഉവൈസുൽ ഖർണി എന്താ? ഉവൈസുൽ ഖർണിയുടെ പ്രത്യേകത റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, യമനിൽ ഒരു മഹാനുണ്ട് സ്വഹാബ. റസൂലുള്ളാഹിനെ പറഞ്ഞു കൊടുക്കാൻ നല്ലോങ്ങട് ചെവി തുറന്ന് കേട്ടോളും. സ്വഹാബ, ചില ആൾക്കാരൊക്കെ നാട്ടിലെ ഭയങ്കര ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അപ്പോസ്തലന്മാരാണ്. എന്നോലെ വീട്ടിൽ പോയി നോക്കിയാ വാപ്പങ്ങനെ കണ്ണീരൊലിപ്പിച്ചിരിക്കുന്നു, ഉമ്മ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നു. എന്തേ? അയൽപ്പക്കത്തെ പെണ്ണിന് ഹോസ്പിറ്റലിൽ കൊണ്ടാവും റെഡിയാ. എന്താ? അവൻ അടുത്ത തവണ ജനറൽ കൺവീനറാവും. അവന്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുക, അവന്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. പുണ്യനബി സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബ, യമനിൽ ഒരു മഹാനുണ്ട് സ്വഹാബ. ആ മഹാന്റെ പേര് ഉവൈസ് എന്നാണ് സ്വഹാബ. അയാൾക്ക് എന്നെ കാണണമെന്ന് വല്ലാത്ത താല്പര്യമുണ്ട് സ്വഹാബ. പക്ഷേ മരിക്കുന്നതിന് മുമ്പായി, ഞാൻ വഫാത്താകുന്നതിന് മുമ്പായി അയാൾ എന്നെയോ കാണില്ല സ്വഹാബ. അയാൾക്ക് മദീനയിലേക്ക് വരണമെന്ന് വല്ലാത്ത താല്പര്യമുണ്ട്. പക്ഷേ മദീനയിലേക്ക് വരുന്നതിന് അയാൾക്ക് തടസ്സമായി നിൽക്കുന്നത് അയാളുടെ മാതാവാണ് സ്വഹാബ. രോഗിയായ മാതാവാണ് സ്വഹാബ. എന്നെ കാണാനുള്ള അതിയായ ആഗ്രഹം അയാൾക്കുണ്ടായപ്പോൾ അദ്ദേഹം തന്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഞാനൊന്ന് മദീനത്ത് പോയി എന്റെ റസൂലുള്ളാഹിനെ കണ്ടുവരട്ടെ എന്ന്. സ്വഹാബ, അതാ മോൻ ചോദിച്ചപ്പോഴാണ് ഉമ്മ മോനോട് ചോദിച്ചത്, മോനെ, ഉമ്മാന്റെ ഉവൈസ് പോയാൽ ഉമ്മാക്കാരാണ് മോനെ എന്ന്. പിന്നെ ആ പൊന്നുമോൻ ആ ആഗ്രഹം എണ്ണെന്ന് വെക്കുകയാണ്. സ്വഹാബ, ഉവൈസിനെ ഞാൻ കാണൂല്ല, ഉവൈസ് എന്നെയും കാണില്ല സ്വഹാബ. കാരണം എന്റെ വഫാത്തിന് ശേഷമാണ് ഉവൈസിന്റെ മാതാവിന്റെ വഫാത്ത്. അതുകൊണ്ട് ഞാൻ വഫാത്തായതിന് ശേഷം ഉവൈസിന്റെ മാതാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉവൈസ് മദീനയിൽ വരും സ്വഹാബ. ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിച്ചോളൂ സ്വഹാബ. ഉവൈസ് ദുആക്ക് ഉത്തരമുള്ള ആൾ
ആളാണ് സഹാബ. എന്താണ് ഉവൈസിന്റെ പ്രത്യേകത പറഞ്ഞതെന്നറിയുമോ? ഉവൈസ് തന്റെ പൊരുത്തം തന്റെ ഉമ്മയുടെ പൊരുത്തം കിട്ടിയ ആളാണ്. ഉവൈസ് തന്റെ ഉമ്മയുടെ പൊരുത്തം കിട്ടിയ ആളാണ്. ഞാനിപ്പോ ഗൾഫിൽ ഉമ്മാക്ക് അസുഖമൊക്കെ തന്നെ ശരിയാണ്, പക്ഷെ ഞാനിപ്പോ ഈ ജോലി വേണ്ടാന്ന് വെച്ചാല് പിന്നെ എനിക്ക് ജോലി തിരിച്ചു കിട്ടൂ, ഉമ്മ എന്തായാലും മരിക്കൂലേ? ഇതൊക്കെ നീ പറഞ്ഞ ഭയങ്കര അബദ്ധാണ്. ഉമ്മ രോഗിയാണടാ, ഒന്ന് വന്ന് കണ്ടുപോയിക്കോ. അപ്പോഴാ പറയുന്നത്, ഇപ്പോൾ ഇവിടുത്താൽ പ്രശ്നമാണ്, ഓവർ ടൈം ഉള്ള സമയമാണ്. പിന്നെയാ വിളിച്ചു പറയുന്നത്, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, നീ വരാനുള്ള തീരുമാനമുണ്ടോ? ഇപ്പൊ ഞാൻ വന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ ഞാൻ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടുന്ന് മയ്യത്ത് സ്കെച്ചുണ്ട്. നിങ്ങൾ മറമാടിക്കോളോ. ഞാൻ പറഞ്ഞെന്താ നിങ്ങള്, ആ ചെറുപ്പത്തിലോല കൽബിലുണ്ടായിരുന്നൊരു ചെറിയ കരുണല്ലേ, ആ കരുണ ഒരു അവരുടെ കൽബിലുണ്ടായിരുന്ന കരുണല്ലേ, അതിന്റെ ഒരു 10% തിരിച്ചു കൊടുക്കണം എന്നുള്ള. നമ്മൾ ഉമ്മാമാന്റെ വീട്ടിലേക്ക് പോയില്ലേ, ഉമ്മാന്റെ വീട്ടിലേക്ക് നമ്മൾ പോയി വിരുന്ന് മാർക്കാൻ പോയതാണ്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് തന്നെ ഉമ്മ വന്നാണ്, ഇങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടാണ്. ഞാൻ നല്ല കാടുന്നിട്ട് ഉറക്കം വന്നിട്ടില്ല. നമ്മക്കോ ഉമ്മ ഉണ്ടായാലും ഉറക്കം വരാത്തത്. ഉമ്മ ഉണ്ടായാലാണ് ഉറക്കം വരാത്തത്. എന്റെ പൊന്നുമോനെ കാണാത്തത് കൊണ്ട് എനിക്ക് ഉറക്കം വന്നിട്ടില്ല. ഉമ്മാന്റെ കരുണയിൽ ചാലിച്ച സ്നേഹമാണത്. സ്നേഹം തിരിച്ചറിയണം. ഖുർആൻ ഞാൻ വിശദീകരിക്കുന്നില്ല, കുറെ ഭാഗം പറയാനുണ്ടല്ലോ, കുറെ ഭാഗം പറയല്ലേ. ഇപ്പൊ ഞാൻ 10 ദിവസം മുമ്പ് ഉംറക്ക് പോയി, ഒരാഴ്ച നിന്ന് തിരിച്ചു വന്നു. മക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു 100 ചില്ലാൻ ആളുകളുണ്ട്, 145 ആളുണ്ട്. ഞങ്ങനെ നടന്ന് സിയാറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അല്ല ഉംറ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഒരു പ്രായമുള്ള പെണ്ണുങ്ങളും അതിൻ്റെ മോളും ഏറ്റവും ബാക്കിലാണ്. അപ്പം ഞാൻ ഏറ്റവും ബാക്ക് പോയിട്ട് എൻ്റെ നടക്കാൻ പ്രയാസമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പെണ്ണുങ്ങൾ പറഞ്ഞു, ഉമ്മ സ്ലോയിലാണ് നടക്കുക. ഉമ്മ എന്നോട് പറഞ്ഞത്, ഇജി എന്നെ വലിച്ചു കൊണ്ടുപോലടി, എൻ്റെ സ്പീഡിൽ ഇജി നടക്ക്, എൻ്റെ സ്പീഡിൽ എന്നെ നടത്തല്ലേ. മനസ്സിലായില്ല? നിന്റെ സ്പീഡിൽ നീ എന്നെ നടത്തല്ലേ, എൻ്റെ സ്പീഡിൽ ഇജി നടക്ക്. ഉമ്മ പറഞ്ഞു ശരിയാണ്. അതുകൊണ്ട് ഉമ്മാക്ക് നീ നടക്കുന്ന സ്പീഡിൽ നടക്കാൻ കഴിയൂല, ആ പ്രായം കഴിഞ്ഞു പോയി. എന്നാ നിനക്ക് ഉമ്മാന്റെ സ്പീഡിൽ നടക്കാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഉമ്മ നിന്റെ സ്പീഡിലാണ് നടന്നത്. അനക്കിപ്പോൾ ഇതിന് സൗകര്യമില്ല, നേരമില്ല. വാട്സപ്പിൽ 1000 ചില്ലാനും മെസ്സേജ് ഉണ്ടാവും, നോക്കിയിട്ടില്ല. ഈ തന്തങ്ങനെ കളിച്ചാൽ മനുഷ്യന് സമയം ഉണ്ടാവോ? അങ്ങനെ കളിച്ചാൽ എനിക്ക് സമയം ഉണ്ടാവോ? ഞാൻ കരഞ്ഞല്ലാതെ എനിക്ക് ആ സംഭവം പറയാൻ നിങ്ങളോട് കഴിയില്ല. ഞാൻ എന്റെ ജുമുഅത്ത് പള്ളിയിൽ ഇരിക്കുമ്പോഴാണ്, ഒരു റമദാനിലാണ്, കരഞ്ഞല്ലാതെ എനിക്കത് പറയാൻ കഴിയില്ല. ഒരു ജുമുഅ വെള്ളിയാഴ്ചയാണ്. ഞാൻ എന്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത പ്രദേശത്തുള്ള 2 ചെറുപ്പക്കാർ, നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാരാണ്. 2 പേരും കയറി വന്നു പള്ളിയിൽ. 2 ആളും ഞാൻ മുമ്പിലുള്ള സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. 313 ഉറുപ്പിക എടുത്തിട്ട് എന്റെ കയ്യിലേക്ക് നീട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദേ, ഇനി പള്ളിക്ക് നേർച്ചയാണ്. 4 മാസമായി നിങ്ങളുടെ ഉമ്മ കിടന്ന കിടപ്പിലാണ്. കിടന്ന കിടത്തിട്ട് തന്നെയാണ് മലമൊഴിഞ്ഞു പോകുന്നത്, മൂത്രം ഒഴിഞ്ഞു പോകുന്നത്. ഉമ്മ വിഷമിച്ചിട്ടുണ്ട്, ഞങ്ങളും വിഷമിച്ചിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞത് എന്റെ കൽബിനെ വല്ലാതെ വേദനിപ്പിച്ചു പോയി. ഉമ്മ വിഷമിച്ചു പോയി. 4 മാസേ ഉമ്മാന്റെ മൂത്രവും മലവും വൃത്തിയാക്കിയപ്പോഴേക്ക് വിഷമിച്ചു പോയിന്ന്. എടാ, 13 വയസ്സുവരെ നീ മൂത്രമൊഴിച്ചപ്പോ ആ മൂത്രം രാവിലെ എഴുന്നേറ്റിട്ടെല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കി. നിന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമല്ലടാ നിന്റെ ഉമ്മ സ്വന്തം കുളിച്ചത്. ആ ഉമ്മയെ നീ മറന്നു പോവുകയാ. 4 മാസം ഉമ്മ കിടന്നപ്പോ ഈ മക്കൾ പറയാ, ഉമ്മ വിഷമിച്ചിട്ടുണ്ട്, ഞങ്ങളും വിഷമിച്ചിട്ടുണ്ട്, ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് റമദാനല്ലേ ഉസ്താദേ, ഉമ്മായി പരിശുദ്ധമായ റമദാനിൽ തന്നെ മരിപ്പിക്കാനൊന്ന് ദുആ ചെയ്യണേ. ഞാൻ ഇരുന്ന ഇരിപ്പിൽ ധരിച്ചിരുന്നു പോയ ഒരു ദിവസമാണെന്ന്. ഇരുന്ന ഇരിപ്പിൽ ധരിച്ചിരുന്നു പോയ ദിവസം. ഒരു വീട്ടിൽ ഒരിക്കൽ കയറി ചെന്ന ഒരു രോഗം കാണാൻ വാപ്പാനെ മോള് മൂത്രയിപ്പിക്കാൻ കൊണ്ടുപോവാ. ഈ വാപ്പാക്ക് ചെന്നി എന്നല്ല ഇവിടെ പറയാ, ചെന്നി എന്നറിയില്ല,
പ്രായമാണ് സമയത്ത് ഓർമ്മക്കുറവ് വരാം. പറഞ്ഞെന്നെ എങ്ങനെ പറയും? ചെന്നി വന്നതാണ് ഈ വാപ്പ. മൂത്രയ്ക്കാൻ കൊണ്ടുപോയിരുത്തി ഇയാൾ ഇങ്ങനെ ചോദിക്കണ്ട്, മോളെ ആദ്യത്തെ വിളിക്കാം, നമ്മളിപ്പോ എവിടെ? നമ്മള് പെരയില് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പം മൂത്രയ്ക്ക് അങ്ങനെ ഇരിക്കണം. മോളെ ആ ആണോ ശബ്ദം കൂടി. രണ്ടാമത് വിളിച്ചു, നമ്മളിപ്പോ എവിടെ? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളോട് പെരയിലാണ്. മൂപ്പർക്ക് ഓർമ്മയില്ല, മൂപ്പർ ഹോസ്പിറ്റലിലാണെന്ന് വിചാരിക്കാൻ. ഞല്ല നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നുണ്ട് ഇയാൾ. കുറച്ച് കഴിഞ്ഞ് പിന്നെ മോളെ എന്താ വാപ്പേ? എന്നാ ചെറുപ്പത്തിൽ എത്ര വട്ടം പാ ഓ പാ എന്താ അപ്പച്ചന്റെ കുട്ടിക്ക് വേണ്ടി അങ്ങനെ ചോദിച്ചു. നമ്മക്ക് രണ്ടാമത്തെ വിളിക്കുമ്പോ നമ്മളെ സ്വരം മാറുകയാണ്, നമ്മളെ ശൈലി മാറുകയാണ്. ഒരു 5 വിളിയൊക്കെ വിളിച്ചാലോ, എന്തേ തന്തേ, എന്താ അങ്ങക്ക്, എന്തിന്റെ അസുഖ? എടാ പറയല്ലേ, നീ ഒരിക്കലും പറയല്ലടാ. അല്ലേ ബസ്സിൽ ഇങ്ങനെ നമ്മളൊരു യാത്ര ആകുമ്പോഴല്ലേ കരഞ്ഞിട്ട് പറഞ്ഞു ഈ ബസ് എനിക്ക് വാങ്ങി തരണം. 200 റുപ്യക്ക് അധ്വാനിക്കണ വാപ്പനോട് പറയും ഈ ബസ് വാങ്ങി തരണം. അപ്പൊ വാപ്പ എന്താ പറഞ്ഞേ? എടാജി പൊട്ടത്തരം പറയല്ലടാ എന്നല്ല പറഞ്ഞേ, അപ്പച്ച് വാങ്ങി തരാം, ഇതിനേക്കാൾ ഉഷാറുള്ള ബസ് വാങ്ങി തരാം കേട്ടോ. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നേരെ കയറിയത് ഗിഫ്റ്റ് ഷോപ്പിലേക്കാണ്. എന്നിട്ട് അവിടുന്ന് ഈ വാപ്പാന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു 130 റുപ്യന്റെ ബസ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ടോ ആ ബസ്സിനൊരു നൂലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് കാരൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് അപ്പച്ചിന്റെ മോന്റെ ബസ്സാന്ന് പറഞ്ഞു. നീയോ നമുക്ക് വാപ്പാന്റെ ഒരു വാക്ക് കേൾക്കാൻ സമയമില്ല, നമുക്ക് വാട്സപ്പ് കളിക്കിട്ട് നേരം പോയി. വാപ്പാക്കും ഉമ്മാക്കും കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം. ഞാനൊരു പെണ്ണിനെ കുറിച്ച് കേട്ടു, സ്വന്തം മോളല്ലേ, പിന്നെ മോന്റെ ഭാര്യയാണ്, മരുമകൾ എന്നല്ല ഇവിടെ പറയല്, അങ്ങനെ തന്നെയല്ലേ? തെറ്റിന്റെ പറയണ നമ്മളൊന്നും ഭാഷ ഒന്നായിരിക്കും എന്ന് വിചാരിക്കണം, അധികം ദൂരമില്ലാത്തതുകൊണ്ട്. മരുമകളാണ്, നല്ല പെണ്ണുങ്ങളാണ്, വയസ്സായ വാപ്പേ, എപ്പോഴും ഇടക്കിടക്ക് ഒരു ഓർമ്മക്കുറവാ, എന്നാലും വിളിക്കും മോളെ ഓ. ആ അയൽവാസിൽ പറയാം 100ാമത്തെ തവണ വിളിച്ചാലും മോളെ ഓ. ബീരാൻകുട്ടിയുടെ പോയടി, പണിക്ക് പോയതപ്പാ, 5 ഞാൻ മോളെ ഓ. ബീരാൻകുട്ടിയുടെ പോയടി, പണിക്ക് പോയതപ്പാ. ഖുർആൻ ഈ പറഞ്ഞതിന്റെ ശൈലിയപ്പം ഈ പറഞ്ഞത് വയസ്സാണ് സമയത്ത് ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ പൈസ ഇടക്കിടക്ക് കൊടുക്കണമെന്ന്. സ്വതക്കയിൽ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കണമെന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽവാലിദൈൻ. എന്റെ വാപ്പയെ മറക്കല്ലേ, ഉമ്മയെ മറക്കല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. വാപ്പാക്ക് കൊടുത്താ വാപ്പ അതും ഇതുമൊക്കെ ആക്കും. വാപ്പാക്കുള്ള ഗുളിക ഞാൻ വാങ്ങി കൊടുക്കില്ല, ഗുളിക മാത്രം കൊടുത്താൽ പോരടാ, ഒരു 500 ഇടക്കിടക്ക് എടുത്തിട്ട് വാപ്പാന്റെ കൈ കൊടുക്കേ. അള്ളാഹു പറഞ്ഞു തരാൻ, പടച്ചുറപ്പ് പറയുകയാണ് നമ്മളോട്, സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞതൊക്കെ മാപ്പ് ചെയ്തു തരട്ടെ. കരുണാമയമായ പെരുമാറ്റത്തിന്റെ അവസ്ഥയിലല്ലാതെ ആരെങ്കിലും വാപ്പയമ്മയെ മരിച്ചു വിടണമെങ്കിൽ ഒരു ബേജാറാണ്. അങ്ങനത്തെ ഒരൊറ്റ കുട്ടി ഈ സദസ്സിലിരിക്കണം, നീ ചോദിക്കോളി, ദ്വാക്ക് ഉത്തരം ഉണ്ടാവില്ല. വാപ്പാനോടും ഉമ്മാനോടും മോശമായി പെരുമാറുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? പോലും ഇവിടെ ഇരിക്കണ്ട, പോയി നന്നായിട്ട് വന്നാൽ മതി. പടച്ച റബ്ബിന് അവരെ ഇഷ്ടമേ അല്ല, അവരുള്ള സദസ്സ് ഇഷ്ടല്ല, നാടിഷ്ടല്ല. പിന്നെ നീ ഒരു 2 സെന്റിന്റെ വിഷയത്തിൽ വാപ്പയെ മുൾമുനയിൽ നിർത്തടാ, വാപ്പയെ മുൾമുനയിൽ നിർത്തുകയോ? പെങ്ങളെ, SLC കഴിഞ്ഞിട്ട് നിന്നെ വാപ്പ പഠിപ്പിച്ചു, എന്തേ പഠിപ്പിക്കാൻ കാരണം? നീ വീട്ടിൽ ഇങ്ങനെ നിന്നിട്ട് നിനക്കൊരു അസ്വസ്ഥത വേണ്ടാന്ന് കരുതിയിട്ടുള്ളൂ കല്യാണം വരെ പഠിച്ചോട്ടെ. +2 കഴിഞ്ഞോ, ഡിഗ്രിക്ക് നീ പഠിക്കുമ്പോഴാ വാപ്പ നിനക്ക് നല്ലൊരു അന്വേഷണം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴല്ലേ നീ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. ഈ വാപ്പയുടെ ഉമ്മയുടെ ജീവിതത്തിൽ നീ ഉണ്ടാക്കി തീർത്ത ഈ അഭിമാനക്ഷതം ഏത് കാലത്താ ഹൃദയത്തിൽ നിന്ന് ആ വേദന പോവാ? ഒന്നും കുറ്റം പിടിക്കൂല.
അള്ളാന്റെ സ്വർഗം കണി കാണാന്ന് വിചാരിച്ചാൽ വരുമാണ്. അല്ലാഹുവിന്റെ മഹ്ശറിലേക്ക് വരികയേ ചെയ്യണ്ട. എന്താ? വാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തല്ലെങ്കിൽ എന്റെ പൊരുത്തല്ല. ചിലരൊക്കെ പറഞ്ഞിട്ട ഭയങ്കര ജിഹാദ്. ഉസ്താദേ, ഞാനൊരു കുട്ടീനെ മുസ്ലിമാക്കിയതല്ല, അജി പ്രേമിച്ചതാ. അങ്ങ് കിട്ടാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ മുസ്ലിമാണെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചതാണ്. മുസ്ലിമാക്കിയതാണ്. നീ ആദ്യം പ്രേമിച്ചതാണ്. നിനക്ക് അല്ലാഹു ആയിരുന്നില്ല താല്പര്യം, നിന്റെ പ്രേമമായിരുന്നു നിന്റെ താല്പര്യം. റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമുർ റഹീമീനായ റബ്ബേ, നീ ഞങ്ങളെ കരുണയുള്ള ഹൃദയത്തിന്റെ ഉടമസ്ഥരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതിപ്പോ ഞാൻ പറഞ്ഞു മാത്രമല്ല, ദ്വാരക്കാരും പറഞ്ഞിട്ടുണ്ടെന്ന വാപ്പാക്കും ഉമ്മാക്കും ദ്വാ ഇല്ലാത്തൊരു ദ്വായും ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന. റബ്ബിർഹംഹുമാ, എങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞാലും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എല്ലാവരും ഒന്ന് പറഞ്ഞാണ് റബ്ബിർഹംഹുമാ. പഠിച്ചു വെക്കണം. നിസ്കാരത്തിന് ശേഷം ദ്വാക്ക് ഉത്തരണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നതാ ദ്വാരക്കണ്ടേ എന്ന് പറഞ്ഞിട്ടില്ല. സുജൂദിൽ നിങ്ങൾ ദുആ ചെയ്തോട് ഉത്തരമുള്ള സമയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നതാ നിങ്ങൾ ദുആ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാ വാപ്പാക്കും മാക്കും ദ്വാരക്കണമെന്നും അല്ല പറഞ്ഞ്. ദ്വാരക്കണ്ട ലഫ്ള് വരെ അല്ലാഹ് പഠിപ്പിച്ചതാ. പറഞ്ഞോളൂ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, ചെറുപ്പത്തിൽ അവരെന്നോട് കരുണ ചെയ്ത പോലെ നീയും അവരോട് കരുണ ചെയ്യണേ അല്ലാഹ്. റബ്ബിന് തൗഫീഖ് ചെയ്യട്ടെ. ഒരു സ്ഥലം അതാ ഞാനൊന്ന് ഊന്നിപ്പറഞ്ഞ എന്തോന്നെന്ന് വെച്ചാലേ, ഒരുപാട് വാപ്പിയുണ്ട് വീട്ടിന്റെ അകത്തുനിന്ന് ഇങ്ങനെ കണ്ണീരല്ല ഒലിപ്പിക്കണത്. തീക്കട്ടെ, കണ്ണീരല്ല ചോരക്കട്ട. കണ്ണെന്ന് ചോരക്കട്ട ഒലിച്ചു. ചില പുതിയാപ്പിള്ളേരുണ്ട്, ഓൻ കല്യാണം കഴിക്കും, 2 കൊല്ലം ഞാൻ കച്ചറ ഉണ്ടാക്കും, എന്നിട്ട് ഓളവിടെ കൊണ്ടുപോയാ. എന്നിട്ട് വാപ്പാൻ്റെ ഉമ്മാനി കണ്ണീരിങ്ങനെ കണ്ടിട്ട് ഓനും എൻ്റെ വാപ്പിയും ഇങ്ങനെ സന്തോഷിക്കുക. അതിലൊന്നൊരു നന്മയില്ലേ? അതിലൊന്നും ഒരു നന്മയും ഇല്ലേ? ഇല്ല. ഇനി രണ്ടാമത്തെ സ്ഥലം ഏതാണ്? അല്ലാഹു റഹ്മത്ത് പ്രയോഗിച്ച രണ്ടാമത്തെ സ്ഥലം. 3 സ്വലാത്തില്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ആർക്കെങ്കിലും ധൃതിപ്പെട്ട് പോകണമെങ്കിൽ പോകട്ടെ. ആർക്കെങ്കിലും ധൃതിപ്പെട്ട് പോകണം എന്നുണ്ടെങ്കിൽ പോകാം. അങ്ങനെ ഇരിക്കുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല. ഞാൻ എല്ലാവരെയും എഴുന്നേറ്റിപ്പിച്ചു തരാം. നിൽക്കണം, പാടില്ല, നിൽക്കാനായിണം. അടുത്ത സ്ഥലം ഏതാണ്? ശ്രദ്ധിച്ചു. അടുത്ത സ്ഥലം ഏതാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കരുണ എന്ന് പ്രയോഗിച്ച അടുത്ത സ്ഥലം ഏതാണ്? എത്ര സമയം ഉണ്ടാവും നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ അമ്പരന്ന് ബേജാറാവുന്നും ചെയ്യണ്ട. ഇപ്പത്രായി 10:36 ഒരു ഞാൻ വയലു തുടങ്ങിയത് 9:16 അസ്സലാമു അലൈക്കും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 11:16 നിങ്ങളെ പിരിച്ചുവിട്ടത്. വിഷയം കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വിഷയം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ പിരിച്ചുവിടുന്നതാണ്. രണ്ടാമത്തെ സ്ഥലം ഏതാണ്? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. മവദ്ദതൻ വറഹ്മ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നവൻ നിങ്ങൾക്ക് ആവശ്യമായ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത്. എന്തിനാണ് ഇണകളെ സൃഷ്ടിച്ചത്? ലിതസ്കുനു ഇലൈഹാ. അല്ലാഹു ശ്രദ്ധിക്കണേ, ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കാൻ. നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കാൻ. ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു നിങ്ങൾക്കിടയിൽ മവദ്ദതൻ നിർമ്മലമായ സ്നേഹവും വറഹ്മ കരുണയും അല്ലാഹു ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഈ വിഷയത്തേക്കൊന്ന് വരി. ഞാൻ പറയുന്ന ഈ വിഷയം നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹു പറയുന്നത്, നിങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കാൻ. മനസ്സിലായില്ലേ? പെണ്ണിനെ അല്ലാഹു സൃഷ്ടിച്ചത് ആണിൽ നിന്നാണ്. അങ്ങനെ തന്നെ
ആണിൽ നിന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു സൃഷ്ടിച്ചത് ആദം അലൈഹിസ്സലാമിന്റെ ഇടതേ ഭാഗത്തുള്ള വാരിയെല്ലിൽ ഏറ്റവും മുകളിലെ വാരിയെല്ലിൽ നിന്നാണ്. ഏറ്റവും മുകളിലെ വാരിയെല്ലിന്റെ പ്രത്യേകത എന്താ? വളഞ്ഞിട്ടാണ്, ഭയങ്കര വളവായി. മറ്റു വാരിയെല്ലിനേക്കാളും വളവുണ്ടാവും മുകളിലെ വാരിയെല്ലിന്. എന്ന് പറഞ്ഞാല് ആ കോലത്തിൽ വളഞ്ഞിട്ട് തന്നെ ഉണ്ടാവുക. വാരിയിൽ നിന്നാണ് പെണ്ണിനെ അല്ലാഹു സൃഷ്ടിച്ചത്. അപ്പൊ പെണ്ണ് ആണിൽ നിന്നുണ്ടായതാണ്. എന്തിനാണ് പെണ്ണിനെ അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചതെന്നത്? ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കാൻ. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമൊന്ന് ലിതസ്കുനു ഇലൈഹാ, സുകൂനത്ത് മിൽതാ ഹേ മിൽതി ഹേ, സമാധാനം കിട്ടലാണ് കുടുംബജീവിതത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ശരിയായില്ല? പെണ്ണിട്ടതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം അതാ മിണ്ടാതെ. നിങ്ങൾക്ക് എന്നോട് എന്തോ ദേഷ്യം ഉണ്ടെന്ന് തോന്നല്ലോ. ഞാൻ നീശ് പോയിക്കോളിയാണ് ദേഷ്യം ആണോ? നിങ്ങളോടല്ല പറഞ്ഞേ, വാപ്പാനോടും ഉമ്മാരോടും തെറ്റിക്കണ ആരെങ്കിലും ഉള്ള നീശ് പോയിക്കോളിയാണ്. സമാധാനം കിട്ടുന്ന സ്ഥലമെന്നാണ്. എവിടെ നിന്നാ സമാധാനം കിട്ടേണ്ടത്? വീട്ടിന്റെ ഫ്രണ്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന 2 ലക്ഷത്തിന്റെ ഡോറിൽ നിന്നല്ല, വാതിൽ കട്ടിൽ നിന്നല്ല, സെന്റർ ഹാളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന 35 ഇഞ്ച് വീതിയുള്ള ടിവിയിൽ നിന്നല്ല, സ്ക്രീനിൽ നിന്നല്ല, അടുക്കളയിൽ നിന്നല്ല, മോഡേൺ കിച്ചണിൽ നിന്നല്ല. അങ്ങനൊക്കെ കിച്ചൺ എന്തോ സെറ്റിങ്. വീട്ടിന്റെ മുമ്പിൽ 85 ലക്ഷത്തിന്റെ BMW വണ്ടിയുണ്ട്. ചിലപ്പോൾ വേദമൊക്കെ കഴിച്ചിട്ട് പോകും. അയാളൊരു പൊട്ടനാപ്പാ, അയാൾ BMW 85 ലക്ഷം എന്ന് പറഞ്ഞ് അയാൾക്കൊന്നും തിരിയില്ല എന്ന് പറയും. എനിക്കറിയില്ല ആ വിഷയം. നല്ലൊരു വണ്ടിയുണ്ട് ആ വീട്ടിൽ. ആ വണ്ടിയിൽ നിന്നല്ല, പിന്നെയോ വീട്ടിന്റെ അകത്തുള്ള പെണ്ണിൽ നിന്നാണ് സമാധാനം കിട്ടേണ്ടത്. ശ്രദ്ധിക്കണേ, പെണ്ണിൽ നിന്നാ സമാധാനം കിട്ടണേ. ഞാൻ ഒരാളെ അയാൾ മരിച്ചു പോയിട്ട് അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞാനൊരു പള്ളിയിൽ പോയപ്പോ ഏതാ നാടെന്ന് നിങ്ങൾ ചോദിച്ചു വരില്ല. അയാള് ഇശ നിസ്കാരം, അയാൾ സുബൈന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് തഹജ്ജുദിന്റെ സമയത്ത് വരും. ഒരു 5-8 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം. എന്നിട്ട് പിന്നെ ഉസ്താമാരൊക്കെ പോയി വിളിക്കുക. എന്തിനാ? മൂപ്പർക്ക് ഏതായാലും ഉറക്കില്ല, അപ്പൊ വേറെ ആൾക്കാരെ ഉറങ്ങണത് മൂപ്പർക്ക് കണ്ടുകൂടാ. എല്ലാരും വിളിച്ചോ, നേരത്തെ തന്നെ വിളിച്ചോണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇയാള് പിന്നെ പോയി അങ്ങനെ ഇരിക്കും. കുറേ സമയം കഴിഞ്ഞ് ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്താൽ പിന്നെ ഇയാള് 2 റക്അത്ത് സുബൈന്റെ മുമ്പുള്ള റക്അത്തൊക്കെ നിസ്കരിച്ച് പിന്നെ ഖിബിലൊക്കെ മറ്റേ സുന്നത്തായ കടത്തല്ലേ ഒക്കെ ചൊല്ലി യാ റബ്ബ ജിബിരിലൊക്കെ ചൊല്ലും. ഒക്കെ കഴിഞ്ഞ് സുബൈന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ 2-3 ജ്യൂസ് ആടിയിരുന്ന് ഓതുകയാണ്. പിന്നെ പള്ളിന്റെ മേലൊക്കെ ഒന്ന് വന്നു നോക്കും. ഉസ്താമാരെ നാസ്ത കഴിച്ചിനോ എന്ന് വന്നു നോക്കുകയാണ്. സത്യത്തിൽ നാസ്ത കഴിച്ചിനോ എന്ന് വന്നു നോക്കണല്ല, മൂപ്പർക്ക് നാസ്ത കിട്ടണം, അതിനാണ് വരുന്നത്. അപ്പൊ നാസ്ത എന്നും ഉസ്താമാരുടെ കൂടെ. ഉച്ചക്ക് ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കും പുറത്തുനിന്ന്. രാത്രി ഇശായി കഴിഞ്ഞ ഹദ്ദാദ് കഴിഞ്ഞാലും മൂപ്പര് ഉള്ളിലെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കും. എന്റെ ആചാര്യ പോയില്ലെന്ന് വെച്ചാൽ മുക്രി ഉസ്താദ് ഉള്ളിലെ പള്ളി അടച്ചാൽ പുറത്തെ പള്ളിക്ക് ഇറങ്ങി. പുറത്തെ പള്ളി ഇറക്കുമ്പോൾ വരാന്തേക്ക് ഇറങ്ങിക്കും. എന്താ ആചാര്യങ്ങൾ പോവാത്ത? ഒന്നുമില്ല, കുറേ ദിവസം ഉസ്താദ് കാണുന്നോണ്ട് സംശയം ഉണ്ടാവും, പറയാക്കാനും പറ്റില്ല. ഉസ്താദേ വീട്ടിലൊരു സമാധാനം, ഞാൻ അടുത്ത് ആ കുമ്പസാരം കേൾക്കാൻ കഴിയില്ല, അപ്പോൾ ഉറങ്ങാൻ സമയത്ത് അവിടെ പോയാൽ മതിയല്ലോ എന്ന് എഴുതിയിട്ടാണ്. അല്ലാഹുവിന്റെ ഖുർആൻ വിഭാവനം ചെയ്യുന്ന കുടുംബജീവിതം ഇതല്ല. വീടിന്റെ അകത്തലങ്ങളിലുള്ള മുഴുവൻ പ്രശ്നവും ഇത് തന്നെയാണ്. നിർമ്മലമായ സ്നേഹം, ആ സ്നേഹത്തോടൊപ്പം കരുണ. പ്ലേറ്റ് ഒന്ന് അല്ലേ തലാഖിന്റെ വക്കിലെത്തിയതാ, 2 പ്ലേറ്റ് പൊട്ടിയതാ. 2 പ്ലേറ്റ് പൊട്ടിയതാ. ഓ ഉമ്മ ഭയങ്കര കുഴപ്പം. 2 പ്ലേറ്റ് മതി. 2 പ്ലേറ്റിന് 36 റുപ്യ വന്ന് 36 റുപ്യയാണ് ഒരു തലാഖിന്റെ വക്കിലെത്തിയത്. എന്തേ പ്ലേറ്റാണ്ട് പൊട്ടിയപാടെ പറയാം, ഡേ എന്റെ അങ്ങന്ന് കൊടുന്നതല്ല. ഞാൻ അമ്മായിമല്ലേ പറഞ്ഞ്, സാരല്ല അതിന് പ്രായക്കായില്ലേ, അതാണ് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അത് ഇപ്പുറത്ത് വിചാരിക്കൂല, അപ്പുറത്തായാലും വലിയ നാട് വിടും. അപ്പൊ പിന്നെ ഓൾ എന്നോട് പറയണോ? ഓൾ എന്നോട് പറയണോ? എന്റെ വാപ്പിമ്മിൻ പോലും എന്നോട് പറഞ്ഞിട്ടില്ല അമ്മായി. അവിടെ പിന്നെ കുഴപ്പമായി പ്രശ്നം. എന്താ ഈ പ്രശ്നം? 1 സ്നേഹത്തിന്റെ കുറവാണ്, 2 റഹ്മാ കരുണയില്ല. ഭർത്താക്കന്മാരോട് ഞാൻ പറയാണ്, സ്നേഹവും കരുണയും അറിയോ?
ഒരാളാളെ എത്രയാണ് സ്നേഹിക്കേണ്ടതെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായത്. ആകാശത്തിന് ചുവട്ടിൽ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമുള്ള സ്നേഹം കഴിഞ്ഞാൽ ഒരു പെണ്ണിന് പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം തന്റെ ഭർത്താവിനോടാവണം. എന്നാൽ ആകാശത്തിന് ചുവട്ടിൽ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും തന്റെ ഭർത്താവിനോടുമുള്ള തന്റെ മാതാപിതാക്കളോടുമുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ സ്നേഹം തന്റെ ഭാര്യയോടാവണം. ഞങ്ങൾക്ക് ഒറ്റ സംഭവം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോട്ടെ. 10:55 11:16 മുമ്പ് ഞങ്ങളെ പിരിച്ചുവിടുന്ന പറഞ്ഞ്. നിങ്ങളെ ലേലം വല്ലതുണ്ടെങ്കിൽ പെടൂലേ? ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ സംഭവം ഞാൻ പറഞ്ഞു തരാം. ഈ സംഭവം നടക്കുന്നത് എവിടെയാണ്? ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ ചൊല്ലി ദ്വാരക്കാൻ പോവാണ്. ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. പൈസ തന്റെ രൂപ എഴുതി വരാക്കണ്ട, എന്തായാലും കൊടുക്കേണ്ടി വരും. എല്ലാവരും ആ സംഘാടകർ വേണ്ടി വരും, അടുത്ത് വരും, വേഗം ദ്വാരക്കാൻ പോകും. 16 ആകുമ്പോൾ നിങ്ങളെ പിരിച്ചുവിടുന്നല്ല, 2 വേഗം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ കൊടുത്തില്ല ഈ പണി നടക്കൂലല്ലോ. നമ്മൾ കൊടുത്തില്ല പിന്നെ എങ്ങനെ മരുന്ന് വാങ്ങി കൊടുക്കാം? നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ബില്ലടക്കാം? ഒരാൾ വിളിച്ചിട്ട് പറയാണ് ഞാൻ കുടുങ്ങിയാണ്, ഹോസ്പിറ്റലിലാണ്, ബില്ലടിച്ചാലേ എന്നെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ, ബില്ലെടുക്കാനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം. ആകാശത്തുനിന്ന് പൈസ അങ്ങനെ ചാക്കിലിറങ്ങും. അങ്ങനെ ഉണ്ടോ ഇവിടെ? എനിക്കറിയില്ല, ഉണ്ടോ? ഇല്ല. ബീരാനവലിയപ്പാപ്പ ഉണ്ടായിരുന്നു, അറിയില്ല നിങ്ങൾക്ക്? ബീരാനവലിയപ്പാപ്പനോട് പൈസ വേണമെന്ന് ആരെങ്കിലും പോയി പറഞ്ഞാൽ ചാവി കൊടുക്കല് ചെവിയില. പൈസ വരട്ടെ, പൈസ വരട്ടെ, പൈസ 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 വരട്ടെ. അത് പൈസ എന്ന് വെച്ചാൽ അങ്ങനെ പറയാം. അത് മുമ്പ് പറയുക അവിടെ ആ കല്ലിന്റെ ചോട്ട് പോയിട്ട് എടുത്തോ, പോയൊക്കെ പൈസ കാണാൻ അങ്ങനെ വല്ലതുണ്ട് ഇവിടെ? ആ പണി വേഗം കഴിയും ഉണ്ടോ? ഇല്ല. അപ്പം നമ്മളെല്ലാവരും കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. നല്ലൊരു ഫണ്ട് ഉണ്ടാവണം. ഇന്നലെയാണ് ഇതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞത് അല്ലേ? മരുന്ന് കൊടുക്കുക ഭയങ്കര കൂലിയുള്ള കാര്യം. പാവപ്പെട്ട രോഗികളെ ബില്ലടക്കാം. ഒരുത്തന് കഴിഞ്ഞ കൊല്ലം വിളിച്ചിട്ട് കരഞ്ഞത് എനിക്കറിയാം. ഞാൻ ഒരാളുടെ സക്കാത്തിൻ്റെ പൈസ വാങ്ങിയിട്ട് അടപ്പിച്ചു കൊടുത്തു. അയാൾ പറയും സാറേ കാലുവേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്ന് കടന്നതാണ്, വേദന എങ്ങനെയെങ്കിലും മാറിക്കിട്ടിട്ട് 15 ദിവസം അവിടെ കടത്തിയത്, ഭയങ്കര ബില്ല വന്നു, എൻ്റെ കയ്യിലുള്ള പൈസ കഴിയില്ല, ഞാൻ പിന്നെ വന്ന് അടച്ചാൽ പോരെന്ന് ജോലി പറഞ്ഞാൽ നിങ്ങളെ പുറത്തേക്ക് വിടണമെങ്കിൽ അടച്ചാലേ വിടാൻ പറ്റുള്ളൂ. കരയാവും. ഞാൻ ഒരുത്തിനെ വിളിച്ചിട്ട് വന്നു, നിങ്ങളെ സക്കാത്തിൻ്റെ ഫണ്ട് വല്ലതുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക. അങ്ങനെ വിളിച്ചിട്ട് ഇത്ര മനുഷ്യന്മാരെ നമുക്കിടയിൽ വിഷമിച്ചെടുക്കണം. അള്ളാഹുരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഫണ്ടിലേക്ക് ഒരു 2000 ഉറുപ്പിക, അപ്പോഴത്തെ ഏറ്റവും വലിയ നോട്ട് 2000 ആണ് അല്ലേ? അത് ചില്ലറാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 500 സുലഭമായി ഇറങ്ങിയിട്ടില്ല, ഇറങ്ങിയോ? എന്തെങ്കിലും ചില്ലറ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില്ലറാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. 2000 ഉറുപ്പിക കൊടുക്കാൻ പറ്റാവുന്ന ഒരു 50 ആളെ കയ്യിൽ നോക്കി ഈ ഫണ്ടിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ 2000 കൊടുക്കും. എൻ്റെ നാടല്ല, ആർക്കാ സഹായിക്കണമെന്ന് എനിക്കറിയില്ല. 2000 ഉറുപ്പിക ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 2000 ഉറുപ്പിക കൊടുക്കാൻ പറ്റാവുന്ന ഒരു 49 ആൾ ഒന്ന് കൈപൊക്കിയാണ്. 2000 തേയില് പേര് പേര് നിങ്ങൾ കൺവീനറാ? ഒരു വിചാരിച്ച് ഫുള്ളായിട്ട് ഞാൻ കൊടുക്കുന്ന. ഞാനൊരു യൂസഫ് അലിയിൽ നിന്ന് മുഴുവൻ ഞാൻ തന്നെ തന്നെയാണ്. യൂസഫ് അലിയിൽ നിന്ന് വേളും പറയാം, പൈസയും തരാം, നമുക്ക് പോവുകയും ചെയ്താൽ മതി. 50 ആൾ പൂർത്തിയാക്കി. 1,00,000 ഉറുപ്പിക എൻ്റെ ഒരു ഫണ്ട്. ഇന്നലെ ഇതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞതല്ലേ അല്ലേ? എന്നേക്ക് 1,00,000 ഉറുപ്പിക. നിങ്ങൾ ബക്കറ്റ് ആയിട്ടല്ലേ വരേണ്ടത്? എന്താ കാക്കാൻ്റെ പേര്? ശരി, എഴുതി പെട്ടെന്ന് എഴുതണം. ഞാൻ 11-14 ഞാൻ അവസാനിപ്പിക്കുവേ. എഴുതണം. ആ കയ്യൊന്ന് പൊക്കിയാണ് പെട്ടെന്ന് ഒന്ന് പൊക്കി. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഒരുപക്ഷെ നാളെ നമുക്ക് സ്വതക്ക ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. നാളെ നമ്മളെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. റഹ്മുർറഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. വേഗം എഴുതണം. 11-16 ഞങ്ങളെ പിരിച്ചുവിടുന്നു പറഞ്ഞതാ. എൻ്റെ വാപ്പാൻ്റെ പേരിൽ. എൻ്റെ വാപ്പ ഒരു സുഖവും ജീവിതത്തിൽ കിട്ടാത്തൊരു പാവപ്പെട്ട മനുഷ്യനെ, ജീവിതത്തിലുണ്ടായൊരു സൗഭാഗ്യ മനുഷ്യനെ കാണാനും പറ്റിയിട്ടില്ല. എനിക്കൊരു പൂതി ഉണ്ടായിരുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് വാപ്പാൻ്റെ കയ്യൊന്ന് പിടിച്ച് അജയിപ്പിക്കണം. അതിനും വിധി ഉണ്ടായില്ല. അതിൻ്റെ മുമ്പേ തലച്ചോറ് ചുങ്ങിയ അസുഖമായി ബോധമില്ലാതെ കിടപ്പിലായിപ്പോയി. ആ വാപ്പാക്ക് ഏടെ ചെന്നാൽ എന്തെങ്കിലും ഒരു ചെറുത് ചെയ്തു പോകാന്നുള്ള നന്മയുടെ പേരിൽ ഞാൻ ചെയ്തത്. നിങ്ങൾ ദ്വാരക്കണം. അഭാവത്തിൽ എൻ്റെ വാപ്പാക്ക് അല്ലാഹുവേ ഇപ്പൊ
കൊടുക്കണമെന്നില്ല, ഞങ്ങൾ സൗകര്യം വേണം കൊടുത്താൽ മതി. കിട്ടിയോ? എത്ര ആളായി? 50 ആയോ? അസർക്ക പേര് മറന്നു. 16 ഞാൻ ദ്വാരത്തിൽ കൊടുക്കും. വേഗം പറയുങ്ങളെല്ലാം ഒരു 50 ആള് 2000 ഒരു 2000 എടുത്തു. അത് റബ്ബിന്റെ കയ്യിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ പിന്നെ ജീറാനി ഉസ്താദ് ഇവിടുന്ന് പറഞ്ഞു കേട്ടില്ല നിങ്ങൾ, ഞാൻ രോഗിയായിട്ട് എന്തെങ്കിലും സഹായിക്കാൻ. ഇജ്ജ് രോഗി റബ്ബെ റഹ്മാനല്ലേ, എടാ എന്റെ കൂട്ടത്തിൽ ഒരാൾ രോഗിയായില്ലേ, ഇജ്ജാക്ക് എന്തേ സഹായം കൊടുത്ത എനിക്ക് തന്ന മാതിരി ആയിരുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കും. റബ്ബിന്റെ കൈക്കാ കൊടുക്കണമെന്ന് ഉറപ്പുണ്ട്, പിന്നെന്താ കൊടുക്കണേന്? ഒരാള് ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇടാൻ പോയിട്ട് ആളിങ്ങനെ ബേജാറാവുക. ബേജാറാവും ഇപ്പൊ ബേജാറാവുന്നല്ലേ? ബേജാറാവൂല, കാരണം അവനവന്റെ അക്കൗണ്ടിൽ ആ പെണ്ണുങ്ങളെ ഭാഗത്ത് ഞാൻ പറഞ്ഞേക്ക് വേഗം. ഇപ്പൊ ഞാൻ ദ്വാരക്കും, നിങ്ങൾ കൊടുത്താലും ദൂരം കൊടുത്തിട്ടില്ലല്ലോ. എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. എഴുതിയ കുറച്ച് ലിസ്റ്റില്ലേ അത് കൊണ്ടുപോയി വേഗം കൊണ്ടുപോയി വായിക്കാം. എഴുതിയ കുറച്ച് ലിസ്റ്റ് ആയത് കണ്ട് കൊണ്ടുപോയി. മുഹമ്മദ് 2000, മുഹമ്മദ് മരുദാത്ത് 2000, തട്ടാരക്കൽ മൊയ്തീൻ 2000, 4000. ഇനി അടുത്ത ലിസ്റ്റ് അല്ലേ ലിസ്റ്റില്ല കയ്യിൽ? ഇനി ആരാ കൊടുക്കാം? വേഗം കൈ ബുക്കാണ്. ചിറ്റാരിപ്പറമ്പിൽ അബ്ദുള്ള ഹാജി 2000. നേരില്ലാത്തതുകൊണ്ട് അങ്ങക്ക് രഹസ്യമായി കൊടുക്കണം എന്നൊക്കെ ആയിരിക്കും ബോധി. കൂലി അള്ളാഹു തരും. കയ്യൊന്നാണ്ട് ബുക്കിയ നേരില്ല. വേഗം വേഗം ഞാനാ കൊടുക്കും 2000. ഈ അടുത്ത് മരണപ്പെട്ടു പോയ കരുവമ്പം പറമ്പിൽ ആയിഷ ഹജ്ജുമാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ് റഹ്മുർ-റഹീമീനായ റബ്ബേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ഹാജി സി കെ മുഹമ്മദ് ഷരീഫ് യാണിക്കുട്ടി ഹുസൈൻ കുട്ടിക്ക അബൂ ഷക്കൂർ ആലപ്പുഴ മമ്മുക്ക സൈന സഹോദരൻ 14 സഹോദരൻ 20,000. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. പഠിച്ചോനെ ആ സഹോദരൻ ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ എൻ്റെ അംസക്കാരന്റെ ജോലി ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അംസക്കാർ 2000 രൂപ കൊടുക്കാരനാ എനിക്കത് ഭയങ്കര തോന്നണത്. അതെന്താണെന്ന് അറിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊരു പണിയാണ്. പിടിച്ചു വലിക്കണ്ടേ അല്ലേ? എത്ര കഷ്ടപ്പാടാണ്. പുറം വേദന ഉണ്ടാവും ഓട്ടോറിക്ഷ ഓടിയാൽ. അള്ളാഹു ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. ഞാൻ ആരമേ പറഞ്ഞു നമ്മുടെ സിദ്ദീഖാക്ക 10,000 ഉറുപ്പിക പുതിയാപ്പിള അമ്മോശാക്കാന്റെ 5 ഇരട്ടിയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. നിങ്ങൾ ആലോചിക്കണേ, അതല്ലേ സിദ്ദീഖാന്റെ മനസ്സാ ഞാൻ ആലോചിക്കണേ. ഹംസക്കന്റെ അമ്മോശനാന്ന് പറയാൻ ഒരു മടിയും കാണിച്ചില്ലല്ലോ അല്ലേ? ഇതാണ് ആ മനസ്സ്. ആ സ്നേഹബന്ധം അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. എന്റെ അമ്മോക്ഷനാണ് ഹംസക്ക എന്ന് പറയുമ്പോഴും അഭിമാനിക്കുന്ന സഹോദരനാണ്. അല്ലാഹു കുടുംബത്തിൽ സമാധാനം നിലനിർത്തി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഗൾഫിൽ നിന്ന് ഇത് കാണുന്ന ഒരു സഹോദരൻ ഇവിടെ ഒന്നുമില്ല.
മൂപ്പര് അവിടുന്ന് 10,000 റുപ്യ അല്ലേ. ഇങ്ങനെ കുറേ ലൈവിൽ കാണുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു പോകും എന്നാൽ ഒരു 10 കൊല്ലത്തിനുള്ള ഫണ്ട് ഉണ്ടാവും അല്ലേ. എന്താ നിങ്ങളുടെ പേര്? റഹ്മാൻ. ഇതിനാരാ? ധവന്റെ പ്രസിഡന്റ് ചെയർമാൻ. കബൂൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് ജോലി മാഷാണ്. അവർക്ക് പിന്നെ എണ്ണിച്ചു തപ്പ അതുകൊണ്ട് സാധു പോലെ ഇഷ്ടം പോണം ചെയ്യട്ടെ അല്ലേ. ഉഷാറാ. വാർഡ് മെമ്പറായ 8,000 ശമ്പളവും 8,000 അല്ലേ അല്ലേ 8,000 അല്ലേ വാർഡ് മെമ്പർക്ക്? ഇപ്പത്ര മെമ്പർ വാർഡിൽ ശമ്പളം? മെമ്പറല്ല ഇപ്പോൾ, നേരത്തെ 1,000 പക്ഷേ 15,000. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വേഗം പറയും. ഞാൻ 2,000-ന്റെ എത്രയായി? ഒരു 20 ആളായപ്പോൾ. കരുവമ്പറമ്പിൽ ഹസൈൻ 2,000. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ ആ പറഞ്ഞ സഹോദരൻ അല്ലെങ്കിൽ ഉപ്പയുടെ മനസ്സിലെ ആഗ്രഹം അത് പറയുമ്പോൾ എന്തായിരുന്നെങ്കിലും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഞാനാ ഒരു 2,000 തന്നെ 2 ദിവസത്തെ കൂലിയാണ് അല്ലേ. ഇവിടെ പണിയെടുത്ത് എത്ര രൂപ കൂലി? 700. ഇനിയിപ്പോൾ 2,000 തന്നെ 2 ദിവസം അയക്കുറോ അങ്ങനെ പൈസ എന്നാണ്. 2 സഹോദരിമാർ. പിന്നെ ഞാനൊരു വയല് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് 81 പവൻ 81 പെണ്ണുങ്ങളായിച്ചാണ് ഈമാനെ. നിങ്ങളുടെ ആഭരണം അഴിച്ചെങ്കിലും നിങ്ങൾ സ്വതക്ക ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ പറഞ്ഞല്ലേ, ഉണ്ണനബി പറഞ്ഞ ഉമ്മമാരോട് ഞാൻ പറയാം, നിങ്ങളൊക്കെ ഓരോ മോതിരം അയച്ചു കൊടുത്താൽ തന്നെ ഇതിന് വലിയ ഫണ്ടാവും. ഒരു മോതിരം തന്നെ ഏറ്റവും ചുരുങ്ങി 5,000 രൂപ ഉണ്ടാവും അല്ലേ. നമ്മൾ മോതിരമൊക്കെ കൊടുക്കലേടെ, നമ്മൾ കൊടുക്കൽ ഏട്ടൻ്റെ മോള് പ്രസവിച്ചാണ്. അപ്പം ആടെ കൊണ്ടുപോയിട്ടൊരു 3/4 പവൻ്റെ വള കൊടുക്കും. എന്തിനാ? ഇവൻ്റെ മോള് പ്രസവിക്കാൻ അതിനപ്പോൾ ഒരു പവൻ ഇങ്ങോട്ട് കിട്ടും. അള്ളാഹ്ക്കാരാ കടം കൊടുക്കാൻ തയ്യാറുള്ളവർ. ഉമ്മമാരോട് ഞാൻ പറയാം, നാളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ കവർ എടുക്കുക. നിങ്ങൾക്ക് കവറൊന്നും തരുന്നില്ല, കവറിന്റെ പൈസ നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ, കൂലി നിങ്ങൾ തന്നെ കവർ എടുക്കുക. ചെയ്യട്ടെ. സ്വർഗത്തിലേക്കുള്ള നിധി അമലാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടിയും ഉമ്മാക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ അല്ലാഹുവരുടെ 2 പേരുടെയും ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ഉമ്മ മരിച്ചിട്ടില്ല, മരണപ്പെട്ടു പോയി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഉമ്മാക്ക് ദീർഘായുസ്സ് ഉണ്ടാവുന്നുണ്ടേ. ഒരുപാട് കാലം അല്ലാഹുവേ ആ ഉമ്മാക്ക് സേവനം ചെയ്യാൻ ആ മകനും കുടുംബത്തിനും നീ തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. നമ്മൾ ദ്വാരക്കല്ല, എൻ്റെ സമയം കഴിയാൻ പോവാം. നാളെ നിങ്ങൾ വരുമ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് കൊണ്ടുവരണം, മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ ഞാൻ 2,000 ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ പൂതിയില്ലാത്തതുകൊണ്ടല്ല.